Welcome to all of you students. നമ്മള് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡെമോളജിയുടെ മൊഡ്യൂള് ബ്ലോക്ക് 2-ല് 6ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂഷൻ ആണ് പോകുന്നത് കേട്ടോ. 6ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം വരെ നമ്മൾ എടുത്തു പോയിരുന്നു, സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ ബാക്കി ഭാഗം കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടം വരെ പറഞ്ഞു ബ്രീസ്റ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റിന്റെ പ്രെഡിക്റ്റർ മോഡ് വുമൺ യൂസിങ് ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നത്, വുമണിന് ഉപയോഗിക്കാൻ വേണ്ടി ഹെൽത്ത് ബിലീഫ് മോഡൽ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണ്? ബ്രീസ്റ്റ് ക്യാൻസറിന്റെ ഹൈ ആയിട്ടുള്ള സ്റ്റേജുകളൊക്കെ വരുമ്പോൾ അതിന് ട്രീറ്റ് ചെയ്യുന്ന കേസാണ് ആ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സർവീസ് ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ റിസർച്ചേഴ്സ് നോട്ട് 2 സിഗ്നിഫിക്കന്റ് ഡ്രോബാക്സ് ഓഫ് HBM. HBM എന്ന് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ബിലീഫ് മോഡലാണ്. അത് റിസർച്ചേഴ്സ് ഒരു ഡ്രോബാക്ക് HBM പറയുന്നുണ്ട്. എന്തൊക്കെ ഡ്രോബാക്ക് ആണെന്ന് വെച്ചാൽ, ദിസ് അപ്രോച്ച് ഓൺലി കൺസിഡർ ദ കോഗ്നിറ്റീവ് കോമ്പോണന്റ് ഓഫ് ബിഹേവിയർ ആൻഡ് കംപ്ലീറ്റ്ലി ഓവർലുക്സ് ദ ഇമോഷണൽ കോമ്പോണന്റ്. അതായത് അവര് ബിഹേവിയറിന് ബേസ് ചെയ്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ, അതായത് നല്ല രീതിയിലുള്ള ബിഹേവിയർ അല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്നതെന്ന്, ഓൺലി കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഓവർലുക്സ് ഇമോഷണൽ കോമ്പോണന്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ക്യൂസ് ആൻഡ് ആക്ഷൻ കൺസെപ്റ്റ് ഹാവ് നോട്ട് ബീൻ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡീഡ്. ഇതിന്റെ എന്തൊക്കെ ക്യൂസ് ആക്ഷൻസ് ആണ് ഉള്ളതെന്നൊരു സ്റ്റഡി ചെയ്തിട്ടില്ല. ഒരു ഡ്രോബാക്ക് ആണ് പറയുന്നത്. അതായത് എന്ത് ബിഹേവിയറിനാണ് ഓൺലി കൺസിഡർ ചെയ്യുന്നവർ കോഗ്നിറ്റീവ് കോമ്പോണന്റ് ഓഫ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോമ്പോണന്റ് ഒരു ഓവർലുക്ക് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്യൂസ് ആൻഡ് ആക്ഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല, ഹാസ് നോട്ട് ബീൻ എക്സ്റ്റെൻസീവ്ലി, അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഫങ്ഷൻസ് നോട്ട് വെൽ അണ്ടർസ്റ്റുഡ് ആണെന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പൊ അടുത്തത് തിയറി റീസെന്റ് ആക്ഷൻ, തിയറി പ്ലാൻഡ് ബിഹേവിയർ ആൻഡ് ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ. അതായത് തിയറി റീസെന്റ് ആക്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ, ഈ തിയറി കൊണ്ട് എന്ത് റീസെന്റ് ആക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്, എന്താണ് ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് എന്താണ് പ്ലാൻഡ്, ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ എന്താണ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറഞ്ഞു പോകുന്നത്. അപ്പൊ തിയറി പ്ലാൻഡ് ബിഹേവിയർ ഇസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് പബ്ലിക് ഹെൽത്ത് ബിഹേവിയർ തിയറി. ഈ തിയറി പ്ലാൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ഏറ്റവും യൂസ് ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് ബിഹേവിയർ തിയറിയിലെ ഏറ്റവും എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് അല്ലെ, ബിഹേവിയർ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് യൂസസ് കോഗ്നിഷൻ ടു എക്സ്പ്ലെയിൻ ബിഹേവിയർ ബേസ്ഡ് ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മളത് പറയണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിഹേവിയർ ബേസ് ചെയ്യുന്നത് എന്താണ്, ബിലീഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിലീഫ് നോക്കിയിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് തിയറി പ്ലാൻഡ് ബിഹേവിയർ TPB, തിയറി പ്ലാൻഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഷോർട്ട് ഫോം ആണ് TPB എന്നാണ് പറയുന്നത്. ആഡ്സ് പെർസീവ്ഡ് കൺട്രോൾ ഓവർ ബിഹേവിയർ. ഓക്കെ, തിയറി പ്ലാൻഡ് ബിഹേവിയർ ആഡ്സ് അതിന്റെ കൂടെ എന്താണ്, പെർസീവ്ഡ് കൺട്രോൾ ഓവർ ബിഹേവിയർ ടു ദ തിയറി റീസെന്റ് ആക്ഷൻ. അതിനെയാണ് TRA എന്ന് പറയുന്നത്. അതായത് ഇത് റീസെന്റ് ആക്ഷൻ ആയിട്ട് നടക്കുന്ന ഒരു തിയറിയാണ് പെർസീവ്ഡ് കൺട്രോൾ ഓവർ ബിഹേവിയർ. അത് ഐസക് അച്സൻസ് തിയറി എന്നാണ്. ഈ പ്ലാൻഡ് ബിഹേവിയർ 1985-ലാണ് ഇംപ്രൂവ് ചെയ്തത്. 85-ൽ വന്നത് ഇംപ്രൂവ് ചെയ്ത് മാഡൻ ആണ് 1986-ൽ. ഈ ബിഹേവിയർ എപ്പോഴാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് പറയുന്നത്. പിന്നെ TR and TPB റീസെന്റ് ഇയറിൽ സൈക്കോളജിസ്റ്റ് ലെഡ് ബൈ ഫിഷ്ബീൻ ഹാവ് എൻലാർജ്ഡ്. ഫിഷ്ബീൻ എന്ന് പറഞ്ഞ ഒരാള് എൻലാർജ് ചെയ്തു TR and TPB ന്യൂ ബിഹേവിയർ തിയറി, പുതിയ ബിഹേവിയർ തിയറീസ് റെക്കമെൻഡ് ചെയ്തു യൂസിങ് ഇന്റഗ്രേറ്റഡ്. അതിനുവേണ്ടി തന്നെ ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ കൊണ്ടുവന്നു. ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡലിന്റെ സഹായത്തോടു കൂടി TR and TPB, TRA മീൻസ് ഈ കൺട്രോൾ ഓവർ ബിഹേവിയർ ആണ് ഉദ്ദേശിക്കുന്നത്. TPB മീൻസ് തിയറി പ്ലാൻഡ് ബിഹേവിയർ ആണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് തിയറികൾ എന്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് തിയറി റീസെന്റ് ആക്ഷൻ ആൻഡ് തിയറി പ്ലാൻഡ് ബിഹേവിയർ പർപ്പസ് ബെസ്റ്റ് പ്രെഡിക്ട്സ് ബിഹേവിയർ. ബിഹേവിയർ പർപ്പസ് എന്ന് പറഞ്ഞത് നല്ല രീതിയിലുള്ള ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്തിട്ടാണ് അവരെന്ത് കൊണ്ടുവന്നത്, ഈ തിയറി കൊണ്ടുവന്നേക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഷ്യൽ നോംസ് ഇൻഫ്ലുവൻസ്, ആറ്റിറ്റ്യൂഡും സോഷ്യൽ നോംസും ഇൻഫ്ലുവൻസ് ദിസ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡും സോഷ്യൽ നോംസ് ഇൻഫ്ലുവൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ പെരുമാറുന്ന രീതി, ആറ്റിറ്റ്യൂഡും സോഷ്യൽ നോംസും എന്താണ് ഈ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ TPB ആഡ്സ് പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ ടു RS2 കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ടെൻഷൻ. TPB എന്താണ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് പോയേക്കുന്ന കാരണം ബിഹേവിയർ കൺട്രോൾ. TPB എന്ന് ഉദ്ദേശിച്ചത് പ്ലാൻഡ് ബിഹേവിയറെ കുറിച്ച് പ്ലാൻഡ് ആണ്. അതിന്റെ കൺട്രോൾ ആയിട്ട് പറയുന്നത് TRA, TPB ആഡ്സ് പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ PR, അതായത് പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ ടു TRA 2 കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് അപ്പൊ നമ്മുടെ കേസിൽ പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിങ്, നമ്മുടെ ബിഹേവിയർ എപ്പോഴും ഡിഫിക്കൽട്ടി ആണ്. അത് അങ്ങനെയാണ്. നമുക്ക് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ.
അപ്പൊ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ബിലീഫ് അബൌട്ട് പെർഫോമൻസ് ഔട്ട്കംസ് ദ ക്വാളിറ്റീസ് ഡിറ്റർമിൻസ്. അപ്പൊ ഓരോരുത്തരുടെ പെർഫോമൻസ് ഔട്ട്കം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവരുടെ ക്വാളിറ്റീസ് എത്രത്തോളം അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹെൽത്ത് ഡിസിഷൻ ഡിപ്പെൻഡ് ഓൺ എ പേഴ്സൺസ് ഒപ്പീനിയൻ. ഹെൽത്ത് ഡിസിഷനിൽ നമ്മുടെ ആരോഗ്യപരമായ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പേഴ്സൺസിന്റെ ഒപ്പീനിയൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് അപ്രൂവ് ചെയ്യുള്ളൂ. അവിടെ എങ്ങനെയാണ്, ആൻഡ് വെദർ എവിടേക്ക് നമുക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റും? ഒപ്പീനിയൻ നമുക്ക് പേഴ്സൺസ് ഒപ്പീനിയൻ വെദർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വുഡ് അപ്രൂവ്, അല്ലെ? ഫാമിലിയിലോ ഫ്രണ്ട്സിൽ നിന്നൊക്കെയാണ് നമ്മൾ അപ്രൂവ് ചെയ്തു പോകുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ നല്ലതാക്കുന്നതിലും ഒരുപാട് പങ്കുള്ളതൊന്നും ഫാമിലി. അന്ന് രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, അല്ലെ? നമ്മൾ നല്ലൊരു ഫ്രണ്ട്സിന്റെ കൂടെ നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളുടെ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ആ രീതിയിലേക്ക് മാറും. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പഴഞ്ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂ കൊടിയേറ്റി കൊടുക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതനുസരിച്ച് നല്ല ഒപ്പീനിയൻ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോകുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വാഭാവികമായിട്ട് മാറുള്ളൂ. അപ്പൊ അതെല്ലാം നമ്മുടെ ബിഹേവിയറിലൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് എന്തില്, ഹെൽത്തിന്റെ കാര്യത്തിൽ. ഓക്കെ, ദിസ് മോഡൽ സെൽഫ് എക്സ്പ്ലെയിൻ വൈ സം ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ചേഞ്ച് ബിഹേവിയർ. അതായത് നമുക്ക് ഈ മോഡൽസ്, ഈ ഒരുപാട് മോഡൽസ് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുറെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരാനും ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും. അത് ഡോൺ ഫിഗർ ഡെപിക്സ് TRN TPB കോൺസെപ്ച്വലി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്രാം ഫിഗർ തന്നിട്ടുണ്ട്. TRA മനസ്സിലായല്ലോ? അതായത് നമ്മുടെ കൺട്രോൾ പ്രോഗ്രാം ആണ് TRA. ഞാൻ ഫുൾ ഫോം പറയാം, റീസെന്റ് ആക്ഷൻ ആയിട്ടുള്ള തിയറി ഓഫ് റീസെന്റ് ആക്ഷൻ ആണ് TRA. തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ ആണ് TPB. അപ്പൊ TRA റീസെന്റ് ആക്ഷൻ ആണ്, പ്ലാൻഡ് ബിഹേവിയർ ആണ് TPB. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫിഗറില് ബിഹേവിയർ ഫസ്റ്റ് വന്ന എക്സ്റ്റേണൽ വേരിയബിൾസ്, ഡെമോഗ്രഫിക്ക് ജനങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആറ്റിറ്റ്യൂഡ്, എക്സ്റ്റേണൽ വേരിയബിൾസ്, ഡെമോഗ്രഫി, ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ്, സ്റ്റാറ്റസ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അതർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് വേരിയബിൾസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതില് ഫസ്റ്റ് ബിഹേവിയറൽ ബിലീഫ്സും ബിഹേവിയറൽ ഔട്ട്കം വാല്യൂഷനും. ബിഹേവിയറൽ ബിലീഫ് നമ്മുടെ ബിഹേവിയറൽ ബിലീഫ് ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത്, അതും പിന്നെ ബിഹേവിയറൽ ഔട്ട്കം ഇവാലുവേഷനും കൂടി കൂട്ടിയിട്ടാണ് എന്ത് ആറ്റിറ്റ്യൂഡ് നോക്കുന്നത്. പിന്നെ അടുത്ത് നോർമേറ്റീവും മോട്ടിവേഷൻ ടു കംപ്ലൈൻ. നോർമേറ്റീവും മോട്ടിവേഷൻ ടു കംപ്ലൈൻ ഇത് സബ്ജക്റ്റീവ് നോം എന്ന് പറഞ്ഞാണ്. സബ്ജക്ട് നമ്മുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നോർമേറ്റീവും മോട്ടിവേഷൻ ടു കംപ്ലൈൻ. എന്താണ് മോട്ടിവേഷൻ ടു കംപ്ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേഷൻ എന്നിട്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല, അത് സബ്ജക്റ്റീവ് നോം ആയിട്ട്. ഇന്റൻഷൻ ടു പെർഫോം ബിഹേവിയർ, അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റീവ് ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇന്റൻഷൻ പീരീഡ് ഇന്റൻഷൻ പോലെ നമ്മൾ പെർഫോം ബിഹേവിയർ അനലൈസ് ചെയ്യും, എന്നിട്ടാണ് ബിഹേവിയർ. അപ്പൊ നല്ലൊരു ബിഹേവിയറിലേക്ക് പോകുന്നത് കേട്ടോ. അടുത്ത് കൺട്രോൾ ബിലീഫ്, പെർസീവ്ഡ്. എന്താണ് പെർസീവ്ഡ് കൺട്രോൾ ബിലീഫ് പെർസീവ്ഡ് കൂടിയാണ്. പെർസീവ്ഡ് കൺട്രോൾ, അത് ഇന്റൻഷൻ ടു പെർഫോം ബിഹേവിയർ. ഇതെല്ലാം കൂടി ഇന്റൻഷൻ ടു പെർഫോം ബിഹേവിയർ ആണ്. എന്നിട്ട് ബിഹേവിയറിലേക്ക് പോകും. മനസ്സിലായല്ലോ? ഇത് ഒരു റെപ്രസെന്റിങ് TRA ആൻഡ് TPB ചോദിക്കുന്നു. ഏകദേശം ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഫിഗർ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇന്റഗ്രേറ്റഡ് TRA ആൻഡ് TPB കോമ്പോണൻസ്, ചെയ്തിട്ട് as well as some other constructs from other behavioral theories വന്നിട്ടുണ്ട്, including this model. ഈ മോഡൽ ബേസ് ചെയ്ത് കുറെ തിയറീസ് വന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് മോഡൽ ഐഡന്റിഫൈസ് 4 അഡീഷണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് മോഡൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് 4 അഡീഷണൽ ഫാക്ടേഴ്സിനെയാണ്. അതിന്റെ ഇമ്പാക്ട് ഓൺ ബിഹേവിയർ പർപ്പസിന് ഇമ്പാക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് താഴെ നമ്മൾ ഫോളോ ദ ലിസ്റ്റ് ഓഫ് ദ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പേഴ്സൺ നീഡ്സ് നോളജ് ആൻഡ് സ്കിൽ ടു ക്യാരി ഔട്ട് ഓഫ് ബിഹേവിയർ. പേഴ്സന്റെ ഒരു ആവശ്യം എന്താണ്? ഒരു അറിവ്, അതിനെ കുറിച്ചുള്ള അറിവും സ്കില്ലും നമുക്ക് എന്താണ് ഒരു ബിഹേവിയർ ക്യാരിക്ക് ആവശ്യമാണ്. ഈവൻ ഇഫ് ദാറ്റ് ബിഹേവിയർ ഇസ് വൺ ഫോർ വിച്ച് ദേ ഹാവ് സ്ട്രോങ് ബിഹേവിയർ ഇന്റൻഷൻ. ഒരു ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രാവശ്യം എന്നുള്ളതാണ് സ്ട്രോങ് ബിഹേവിയർ ഇന്റൻഷൻ നമുക്ക് ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, there should be little to no environmental restrictions. അതായത് എൻവയോൺമെന്റൽ ഒരു ലിറ്റിൽ ആയിട്ടുള്ള നോ എൻവയോൺമെന്റൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഷുഡ് ബി പോകണം. പേഴ്സൺ ഷുഡ് ബി അവെയർ ഓഫ് ദി ബിഹേവിയറിനെ കുറിച്ചൊരു ഓരോ വ്യക്തികൾക്ക് അതിനൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഓവർ ടൈം എൻഗേജിങ് ദി ബിഹേവിയർ മേ ബിക്കം ഓട്ടോമാറ്റിക്, മേക്കിംഗ് ദ പർപ്പസ്ലെസ് സിഗ്നിഫിക്കന്റ്. ഓവർ ടൈം നമ്മൾ എന്താണ് ബിഹേവിയറിനെ കുറിച്ച് എൻഗേജ് ചെയ്ത് മേ ബി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ നല്ലൊരു ബിഹേവിയർ എൻഗേജ് ചെയ്ത് പോകാൻ പാടാം. അത് മേക്കിംഗ് ദ പർപ്പസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെ കുറച്ച് മേക്കിംഗ് ദ പർപ്പസ് എന്ന് വെച്ചാൽ ബിക്കം ഓട്ടോമാറ്റിക് ബിഹേവിയർ, നല്ലൊരു ബിഹേവിയർ ഓവർ ടൈം ചെയ്യാൻ നമുക്ക് സാധിക്കണം. എൻഗേജ് ദ ബിഹേവിയർ മേ ബിക്കം ഓട്ടോമാറ്റിക് എന്നാണ് പറഞ്ഞുകൊടുക്കുന്നത്.
പിന്നെ കേസ് സ്റ്റഡി ആയിട്ട് ബോക്സിൽ പറയുന്നത് ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡലിന്റെ ഒരു കേസ് സ്റ്റഡി പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡല് TRA-TPB കോമ്പോണൻസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ തിയറീസ് ആണ് കേട്ടോ. അതാണ് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. TRA and TPB components as well as some other constructs from other behavior theories. അപ്പൊ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ഇതൊന്നും പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ വുമന്റെ ഒരു കേസ് സ്റ്റഡി പറഞ്ഞു. വുമൺ ഹാസ് എ സ്ട്രോങ് ഡിസയർ ടു ഗെറ്റ് എ മാമോഗ്രാം. അതായത് എന്തെങ്കിലും രോഗം, നമ്മൾ ഹെൽത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞോണ്ട്. അപ്പൊ മാമോഗ്രാം ചെയ്യണമെന്നുള്ളത് ഒരു സ്ട്രോങ് ഡിസയർ ആണ് അല്ലെ. ക്രൂഷ്യൽ ടു മേക്ക് ഷുവർ ദാറ്റ് ഷി ഹാസ് ദ ഫോളോവിങ്. അപ്പൊ ഒരു ക്രൂഷ്യൽ, നമ്മൾ എന്താ പറയാ, നമ്മൾ എല്ലാ സാധനങ്ങളും എന്ത് രോഗമായാലും നമ്മൾ എന്താണ് മൂർജിച്ച അവസ്ഥയിലാണ് പോകുന്നത്. പക്ഷെ മറ്റുള്ള കൺട്രീസിലൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവര് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് അലേർട്ടാണ് അല്ലെ. ഒരു ചെറിയ പ്രോബ്ലംസിൽ തന്നെ അവർ നന്നായിട്ട് ചെക്കപ്പ് ചെയ്ത് നല്ല ട്രീറ്റ്മെന്റിൽ നമ്മൾ പോകും അല്ലെ. ഫസ്റ്റ് ഡേ ഇത് കണ്ടുപിടിക്കുമ്പോൾ കുറച്ചൊക്കെ സിഗ്നിഫിക്കൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മള് കഴിക്കുന്ന ഭക്ഷണ രീതി, ആ ഒരു രീതിയിലൊക്കെ കൊണ്ട് നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം. ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് വരാം. അപ്പൊ അതൊക്കെ എന്താണ് സ്ട്രോങ് ആയിട്ട് ഡിസയർ ആയിട്ട് നമ്മൾ എപ്പോഴും വുമൺസ് ഇതായിട്ട് നിൽക്കണം. നമ്മൾ എപ്പോഴും ഡിപ്രഷൻ അടിച്ച് നിൽക്കാതെ എപ്പോഴും അതിനോട് സ്ട്രോങ് ഡിസയർ എടുക്കാനുള്ള മാമോഗ്രാം പോലത്തെ ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനോട് ഡിസയർ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. ടു ക്രൂഷ്യൽ മേക്ക് ഷുവർ ദാറ്റ് ഷി ഹാസ് ദ ഫോളോവിങ്. ഷീ ഈസ് എ നോളജബിൾ അബൌട്ട് ദി ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പൊ എന്ത് ചെയ്യണം, വുമൻസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു നോളജബിൾ, ഒരു അറിവുണ്ടാക്കിക്കണം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ബോധോദയം അവർക്ക് ഉണ്ടാവണം അല്ലെ. ദർ ഇസ് നോ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ഹെർ വേ. നമുക്ക് ഇപ്പോഴുള്ള കേസല്ല, എന്നാലും കുറെ പേര് ഇപ്പോഴും അതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതലും ശ്രദ്ധിക്കാതെ കുറെ രോഗം ഒരു അത്യാവശ്യം ലാസ്റ്റ് ഘട്ടമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ദർ ഇസ് നോ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ഹെർ വേ such as lack of transportation restricted clinic hours. അതായത് അവർക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ദൂരെയൊക്കെ വന്ന ക്ലിനിക് അവേഴ്സ് ഒന്നും ഇല്ലാതെ റെസ്ട്രിക്റ്റഡ്, അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയാസിൽ തന്നെ നമുക്ക് അതിനൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഒത്തിരി ദൂരേക്ക് ചെന്ന് ട്രാൻസ്പോർട്ടിങ് പ്രശ്നങ്ങളൊക്കെ വരാത്ത രീതിയിൽ നമ്മുടെ ഹോമിന്റെ അടുത്ത് തന്നെ നമുക്ക് അതിനൊരു ക്ലിനിക് സർവീസസ് കൊടുക്കാനുള്ള സംവിധാനം. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഫോർ ആൻ ആക്ഷൻ that is performed at a longer interval. For example, mammography is typically performed once a year screening. അതായത് ഒരു വർഷം നമ്മൾ എന്താണ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് മാമോഗ്രാഫി is typically performed once a year ആണ് അല്ലെ, സ്ക്രീനിങ് പർപ്പസ്. അപ്പൊ the behavior must be made salient to the woman. അപ്പൊ നമ്മൾ ഒരു ബിഹേവിയർ അത് എടുക്കണം, നമുക്ക് ഒരു വർഷത്തിൽ ചെയ്ത് നോക്കണമെന്നാണ് പറയണത് കേട്ടോ. പക്ഷെ നമ്മളിത് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ആരും ചെയ്യുന്നില്ല. പക്ഷെ അത് എന്താണ് 1 ഇയറില് ബിഹേവിയർ നമുക്ക് ഉണ്ടായിരുന്നു. 1 ഇയറിൽ മോസ്റ്റ് ഓഫ് നമ്മൾ ചെക്കപ്പിന് പോകണം, അല്ലെങ്കിൽ മമ്മോഗ്രാഫി ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു സ്ക്രീനിങ് പർപ്പസ്. കാരണം മോസ്റ്റ് ഓഫ് ആളുകൾക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്ന് കൊണ്ടിരിക്കണം. ഒത്തിരി പേര് ഇതിനു വേണ്ടി ഇടങ്ങേറാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് അറിയുന്നില്ല, വീട്ടിലേക്ക് അറിയുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ക്യൂ ആയിട്ടിരിക്കാന്നൊക്കെയാണ് ഇതിൽ ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡലിൽ പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്റഗ്രേറ്റ് ആയിട്ടിരിക്കുക, ബിഹേവിയർ അതിനെ കുറിച്ച് ബോധോദയം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവുക. The trans-theoretical models and stages of changes. അടുത്ത മോഡലാണ് trans-theoretical model and stages of change. അപ്പൊ കുറെ തിയററ്റിക്കൽ മോഡൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെ തിയററ്റിക്കൽ മോഡലാണ് പറഞ്ഞേക്കുന്നത്, ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ അതൊക്കെ നമ്മൾ എഴുതണം കേട്ടോ. മറന്നു പോവാതെ എക്സാം വരുമ്പോൾ അതനുസരിച്ച് എല്ലാം എഴുതിക്കോളൂ. എന്തൊക്കെ മോഡൽസ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എഴുതിക്കോട്ടെ. ജെയിംസ് പ്രൊക്കാസ്ക ക്രിയേറ്റഡ് ദ സ്റ്റേജസ് ഓഫ് ചേഞ്ച്. അതായത് ഓരോരോ ആളുകളാണ് ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജെയിംസ് ഓ പ്രകാസ്ക എന്നാണ് അയാളുടെ പേര്. അയാൾ എന്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡൽ എന്നാണ് അതിന് പറയുന്നത്. SOC മോഡൽ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡൽ. സംടൈംസ് റിഫർ ടു ആസ് ദ ട്രാൻസ് തിയറിറ്റിക്കൽ. ഇതിന്റെ വേറൊരു പേരാണ് ട്രാൻസ് തിയറിറ്റിക്കൽ മോഡൽ. ഫസ്റ്റ് ടൈം ഇൻ 1978 വന്നത്. ദിസ് മോഡൽ ഇസ് ഇനീഷ്യലി ക്രിയേറ്റഡ് യൂസിങ് റിസർച്ച് ഓൺ സ്മോക്കിംഗ്സ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് ബിഹേവിയർ. ഇത് എന്താണ് ഈ മോഡൽ ഇനീഷ്യൽ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിയേറ്റഡ് യൂസിങ് റിസർച്ച് സ്മോക്കിംഗ്സ് ഇമ്പാക്ട്, നമ്മുടെ സ്മോക്കിംഗ് കൊണ്ടുള്ള എന്തെല്ലാം ഇമ്പാക്ട് ആണ് ഹെൽത്ത് ബിഹേവിയറിൽ വരുന്നതെന്നാണ് പറയുന്നത്. അസംഷൻസ് പറയുന്നത് ഫസ്റ്റ് വൺ സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. എന്തെല്ലാം അസംഷൻസ് ആണ്? സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. രണ്ടാമത്തെ പോയിന്റ് പ്രോസസ് ഓഫ് ചേഞ്ച് ഇസ് ഇമ്പോർട്ടന്റ് SOC. എന്തെല്ലാം പ്രോസസ് ഓഫ് ചേഞ്ച്, സ്റ്റേജസ് ഓഫ് ചേഞ്ചിൽ എന്തെല്ലാം പ്രോസസ് ഉണ്ട്, എന്തെല്ലാം വ്യത്യാസം ഉണ്ട്, അതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് എന്താണെന്ന് അടുത്ത പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വേ സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ചിൽ ഒരു കോഗ്നിറ്റീവ് മോഡൽ ആണ്. കോഗ്നിറ്റീവ് മോഡൽ ഹെൽത്ത് ബിഹേവിയർ ആണ്. സെപ്പറേറ്റ് പീപ്പിൾ ഇൻടു ഫസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സ്റ്റാൻഡ് ഫോർ വേരിയസ് ലെവൽസ് ഓഫ് മോട്ടിവേഷണൽ റെഡിനെസ്. കോഗ്നിറ്റീവ് മോഡലാണ് ഹെൽത്ത് ബിഹേവിയർ സെപ്പറേറ്റ് ജനങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് ഹെൽത്ത് ബിഹേവിയറിനെ കൊണ്ടുവരാനാണ്. ഫസ്റ്റ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട്
സ്റ്റാൻഡ് ഫോർ വേരിയസ് മോട്ടിവേഷണൽ ആയിട്ടുള്ള റിഡ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് വൺസ് ബിഹേവിയർ ടേക്ക് പ്ലേസ് ഓവർ ടൈം ആൻഡ് പ്രോഗ്രസ്. അതായത് അപ്പൊ പ്രോസസ് ഓഫ് ചേഞ്ചിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് ആണല്ലോ പറയുന്നത്. അപ്പൊ വൺസ് ബിഹേവിയർ, ഒരാളുടെ ബിഹേവിയർ അനുസരിച്ച് ടേക്സ് പ്ലേസ് ഓവർ ടൈം. ആ ടൈമില് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കാം ഓവർ ടൈമിൽ. പ്രോഗ്രസിനെ വൈസ് വേഴ്സ സെറ്റ് ഓഫ് 6 സ്റ്റേജസ്. അപ്പൊ അതിനൊരു 6 സ്റ്റേജസ് ആക്കി മാറ്റാം. ഫസ്റ്റ് സ്റ്റേജ് 6 സ്റ്റേജസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രീ കണ്ടംപ്ലേഷൻ. സെക്കൻഡ് ഈസ് കണ്ടംപ്ലേഷൻ. കണ്ടംപ്ലേഷൻ വെച്ചാൽ ചിന്താഗതി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? പ്രീ കണ്ടംപ്ലേഷൻ വെച്ചാൽ നമ്മുടെ ചിന്തിക്കുന്ന രീതി, വിചിന്തനം എന്നൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോയിന്റ്. അതായത് ചിന്താഗതി ചിന്ത ഇല്ലാത്ത, അതായത് അതങ്ങനെ ഒരു സ്റ്റേജ് ആണല്ലോ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രീ കണ്ടംപ്ലേഷൻ. സെക്കൻഡ് കണ്ടംപ്ലേഷൻ, ചിന്തിപ്പിക്കുക. The third is preparation, അതിനെ പ്രിപ്പറേറ്റ് ചെയ്യുക. So fourth is action, fifth is maintenance, sixth stage is termination. ഈ 6 മോഡലാണ് ഇതിന്റെ സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. ഫസ്റ്റ് പ്രോസസ് ആണ് ലെവൽസ് ഓഫ് മോട്ടിവേഷണൽ റീഡിനെസ് എന്നാണ് പറഞ്ഞോട്ടെ. വേരിയസ് ലെവൽസ് ഓഫ് മോട്ടിവേഷണൽ റീഡിനെസ്. ഇതിൽ 6 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. First stage pre contemplation, second contemplation, third is preparation, fourth is action, fifth is maintenance, and sixth stage is termination. Okay. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോസസ് ഓഫ് ചേഞ്ച് ഇസ് ഇമ്പോർട്ടന്റ് അസോസിയേറ്റഡ് സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡലില് എന്തെല്ലാം പ്രോസസ് എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നു, ആ പ്രോസസ്സ് കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പീപ്പിളിന്റെ ഒരു മനുഷ്യനിലോ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാവരും കാണുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഒളിച്ചും പാത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ടു ദ സ്റ്റേജസ് ഓവർ ടാക്സ് അഡ്വാൻസ് ടു ദ സ്റ്റേജസ്. മെയിൻ പ്രോസസ് ഓഫ് ചേഞ്ച് ഇതിൽ ഈ പ്രോസസ്സിൽ കുറെ ചേഞ്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? റൈസിങ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ഉയർന്ന ബോധം, അല്ലെങ്കിൽ ബോധം നമ്മൾ കാലത്തിനൊത്ത് മാറുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഉയർന്ന ഒരു ബോധം ഉണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഡ്രാമാറ്റിക് റിലീഫ് സച്ച് മീഡിയ ഡ്രാമാറ്റിക് റിലീഫ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു മീഡിയ ക്യാമ്പയിൻസ്, ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇതിനെ കുറിച്ച് ഒരു ഒരു എന്താ പറയാ അവയർനെസ് ഉണ്ടാകുക. അല്ലെങ്കിൽ മീഡിയയിൽ നമുക്ക് ഓരോ ടിവിയിലോ ഓരോ കാര്യങ്ങളൊക്കെ മീഡിയ ക്യാമ്പയിൻസ് ഒക്കെ നടത്തുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് റിവാലുവേഷൻ, സെൽഫ് സ്വന്തമായി വാല്യൂറ്റ് ചെയ്യുക. സെൽഫ് ലിബറേഷൻ സ്വയം വിമോചനം എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സ്റ്റിമുലസ് ആയിട്ടുള്ള മാനേജ്മെന്റ്, സ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയാ ഉത്തേജക അതിനെ കുറിച്ചുള്ളൊരു ബോധം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ മാനേജ്മെന്റ് സ്റ്റിമുലസ് ആയിട്ടിരിക്കാൻ നിൽക്കുന്നത്. ഉത്തേജക മാനേജ്മെന്റ് എന്നൊക്കെയാണ്. സ്റ്റിമുലസ് മീൻസ് ഉത്തേജകമായിട്ട് ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ക്ലിയർ ആയല്ലോ. അപ്പൊ റൈസിംഗ് കോൺഷ്യസ് മെയിൻ പ്രോസസ്, എന്തൊക്കെ പ്രോസസ് ആണ്, എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ വരുന്നത്? മെയിൻ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻക്ലൂഡ് റൈസിംഗ് കോൺഷ്യസ്നസ്, ഡ്രാമാറ്റിക് ബിലീഫ്, മീഡിയ ക്യാമ്പയിൻ ആണ് ഉദ്ദേശിക്കുന്നത്, സെൽഫ് റിവാലുവേഷൻ, സെൽഫ് ലിബറേഷൻ, സ്റ്റിമുലസ് മാനേജ്മെന്റ്. വേഗം പോവാട്ടോ. ഇനി അതില് 3ാമത്തെ പോയിന്റ് ഡിസിഷണൽ ബാലൻസ്. ഡിസിഷണൽ ബാലൻസിൽ എന്താണ്? ബിഫോർ മേക്കിംഗ് ബിഹേവിയർ ചേഞ്ച്, നമ്മൾ എന്താണ് മുമ്പ് ഒരു ബിഹേവിയർ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? പേഴ്സൺ കെയർഫുള്ളി ആൻഡ് ലോജിക്കലി വെയ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡ്രോബാക്സ് ഓഫ് ദ ചേഞ്ച്. Self-efficacy is another element that affects how people change their behavior. സ്വന്തമായിട്ടൊരു എഫിക്കസി, സ്വന്തമായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയത്, സെൽഫ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനദർ എലമെന്റ് ദാറ്റ് എഫക്ട്സ് ഹൗ പീപ്പിൾ, എങ്ങനെയുള്ള ആളുകളാണ്, ജനങ്ങളാണ്, അവർക്ക് എന്തെല്ലാം ബിഹേവിയർ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു ഡ്രോബാക്കുകൾ മനസ്സിലാക്കി അതിനൊരു ഡിസിഷൻ എടുക്കാനാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ദ പ്രഷ്യസ് ബിലീഫ് ദ പേഴ്സൺ ഹാസ് ദെൻ ഹി ഓർ ഷീ ക്യാൻ ഹാൻഡിൽ ദ സർക്കംസ്റ്റൻസസ്, അതായത് നമുക്ക് ഉണ്ടാവുന്ന സർക്കംസ്റ്റൻസസും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. ഗുഡ് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് എപ്പോഴും പേഴ്സൺസിന് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 4th പോയിന്റ്, പീപ്പിൾ ഹു ആർ അറ്റ് ദ സെയിം സ്റ്റേജ് ഷുഡ് ഹാവ് കമ്പയറബിൾ ഇഷ്യൂസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് മേക്കിംഗ് ദ സെയിം കൈൻഡ് ഓഫ് അസിസ്റ്റൻസ് ഹെൽപ്ഫുൾ. ജനങ്ങളുടെ ഇടയിൽ ഒരേ സ്റ്റേജിൽ നമ്മൾ പോകാതെ പീപ്പിൾ ഷുഡ് ഹാവ് കമ്പയറബിൾ ഇഷ്യൂസ് കമ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ സ്വന്തം വിഷമം നമ്മൾ ഒരാളോട് നമ്മൾ തന്നെ അടുക്കി പിടിക്കുമ്പോൾ പോലെ അല്ലല്ലോ മറ്റുള്ളവരുടെ ഒരു ആ സ്റ്റേജിലേക്ക് പോകുന്ന ആളുകളോട് ഒന്ന് നമ്മൾ കമ്പയർ ചെയ്യും ഇഷ്യൂസ് ഒക്കെ ഒബ്സ്റ്റക്കിൾസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു സെയിം കൈൻഡ് അതിന്റെ ഒരു പ്രശ്നത്തിന് ഹെൽപ്ഫുൾ ആവും അല്ലെ. കമ്പയറബിൾ ഇഷ്യൂസ് കമ്പയർ ചെയ്ത്
obstacles ചെയ്ത് making the same kind of assistance helpful. അപ്പൊ ഒരേ രീതിയിൽ വരുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവും, അസിസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്ഫുൾ സഹായകമാകും നമുക്ക്. സെൽഫ് എഫിക്കസി ആൻഡ് ഡിസിഷൻ അടുത്തപോലെ സെൽഫ് എഫിക്കസി ആൻഡ് ഡിസിഷണൽ ബാലൻസ് ആർ ടു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡിസിഷണൽ ബാലൻസും സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് മൊബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി സ്റ്റേജസ്. ഈ സ്റ്റേജസിൽ മൊബിലിറ്റി ഓർ ട്രാൻസിഷൻ ഈ സ്റ്റേജസിൽ ഒരു എന്താ പറയാ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ മൊബിലിറ്റി ഉണ്ടാക്കി എടുക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രണ്ട് ക്യാരക്ടേഴ്സിനാണ് സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷനും സ്വന്തമായി സെൽഫ് കോൺഫിഡൻസിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള കഴിവും അതൊക്കെ പറയണം. രണ്ട് കോമ്പോണൻസ് ആയിട്ട് പറയണം. ഓക്കെ, അടുത്തത് റിലാപ്സ് ഇസ് എ ടിപ്പിക്കൽ ആൻഡ് അക്സെപ്റ്റ് പാർട്ട് ഓഫ് ദ റിക്കവറി പ്രോസസ്. റിലാപ്സ് നമ്മൾ വെച്ചാൽ എപ്പോഴും നമ്മള് ഒരു പ്രോസസ് റിക്കവറി എന്തൊരു പ്രശ്നം ഉണ്ടായാലും റിക്കവർ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക അല്ലെ, അതിനെ നമ്മൾ വറീഡ് ആവാതിരിക്കാന്നൊക്കെ പറയില്ല. റിലാക്സ് ഇസ് എ ടിപ്പിക്കൽ ആൻഡ് അക്സെപ്റ്റ് പാർട്ട് ഓഫ് ദ റിക്കവറി പ്രോസസ്. അടുത്തത് ട്രാൻസ് തിയററ്റിക്കൽ മോഡലാണ്. ട്രാൻസ് തിയററ്റിക്കൽ മോഡൽ വർക്ക്സ് വെൽ ദ സബ്സ്റ്റൻസ് മിസ്യൂസ് കൺട്രോൾ പ്രോഗ്രാംസ് മിസ്യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ കൺട്രോൾ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അതോറിറ്റീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി TTM intervention. TTM means trans theoretical model interventions out targeted smoking cessation. അവരെന്താണ് സ്മോക്കിംഗ് സെസേഷൻസ്, സ്മോക്കിങ്സ് കുറച്ചുകൊണ്ടുവരാണെങ്കിൽ സൊസേഷൻസ് കൊടുക്കാന്നൊക്കെ പറയാം. അപ്പൊ അതൊരു ഇന്റർവെൻഷൻസ് ടാർഗറ്റ് ആയിട്ട് എന്തെടുക്കും ട്രാൻസ് തിയററ്റിക്കൽ മോഡലിൽ പറയുന്നുണ്ട്. ദിസ് കോൺസെപ്റ്റ് ഫോക്കസസ് ഓൺലി ഓൺ ദ ഈഗോ ആൻഡ് ഇഗ്നോസ്. ഓക്കെ, ഇതിൽ എന്താണ് ഈ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് സോൺലി ഓൺ ദ ഈഗോ ആൻഡ് ഇഗ്നോർസ്. ഈഗോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാനാണ് സ്ട്രക്ചറൽ എങ്ങനെ രീതിയിലാണ് സ്ട്രക്ചറൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ എലമെന്റ്സ് ദാറ്റ് എഫക്ട് ബിഹേവിയർ ചേഞ്ച്. അപ്പൊ സ്ട്രക്ചറൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ എലമെന്റ്സ് ദാറ്റ് എഫക്ട് ബിഹേവിയർ ചേഞ്ച്. അപ്പൊ ഈഗോ പ്രശ്നം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചറൽ ആയിരിക്കണം, സാമ്പത്തികപരമായിട്ടും ഓക്കെ ആയിരിക്കണം, സമൂഹപരമായിട്ട് പിന്നെ തന്നെ എൻവയോൺമെന്റൽ എലമെന്റുമായിട്ട് നമ്മളെ എഫക്ട് ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് കൾച്ചർ സ്പെസിഫിക് ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. കൾച്ചറായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കൾച്ചർ ഓരോ സമൂഹത്തിലും ഒരേ കൾച്ചർ ഉണ്ടാവും. അതിനെ ഇഗ്നോർ ചെയ്തിട്ട് because the model has not performed well the children's and adolescents. ഇത് എന്താണ് മോഡൽ ഹാസ് നോട്ട്, ഈ മോഡൽസ് കൾച്ചർ സ്പെസിഫിക് ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. കൾച്ചർ സ്പെസിഫിക് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുക. കാരണം ദ മോഡൽ ഹാസ് നോട്ട് പെർഫോം, ഈ കൾച്ചർ ഫാക്ടർ പെർഫോം ചെയ്യുമ്പോൾ വെൽ വിത്ത് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസിന് അങ്ങനെ മോഡൽ പെർഫോം വെല്ലാവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഈ മോഡൽ എങ്ങനെയൊക്കെയാണ് ഈ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് സോൺലി ഓൺ ദ ഈഗോ ആൻഡ് ഇഗ്നോർ സ്ട്രക്ചറൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ്, അതായത് സ്വന്തമായിട്ടുള്ള സോൺലി ആയിട്ടുള്ള ഈഗോ ആയിട്ട് പറയുന്നത് ഇഗ്നോർ ചെയ്യുന്ന സ്ട്രക്ചറൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ എലമെന്റ്സ് എഫക്ട് ബിഹേവിയർ ചേഞ്ച്. ഓക്കെ, അടുത്തത് സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ചസ് ട്രാൻസ് തിയററ്റിക്കൽ മോഡലില് പ്രീ കണ്ടംപ്ലേഷൻ. ഞാൻ പറഞ്ഞു, പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് വിചിന്തനം, ചിന്താഗതിയാണ്. സ്റ്റേജ് ഓക്കേസ് വെൻ പേഴ്സൺ ഹാസ് ടു ഇമ്മീഡിയറ്റ് പ്ലാൻസ്. നമുക്കൊരു സ്റ്റേജസിൽ പെട്ടെന്ന് ഒരു പ്ലാൻസ് എടുക്കാനും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ എടുക്കാനും ഒരു ചിലപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാതെ വരുന്ന സ്റ്റേജാണ് പ്രീ കണ്ടംപ്ലേഷൻ, വിചിന്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത കണ്ടംപ്ലേഷൻ മീൻസ് the person plans to act shortly നമുക്ക് പ്ലാൻസ് ഉണ്ടാക്കി എടുക്കും, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാവും. ഇതിന് 6 months നമുക്കൊരു അടുത്ത വർഷം 6 മാസത്തിലുള്ള കാര്യത്തെ കുറിച്ച് ഒരു ബോധം നമ്മൾ ഉണ്ടായിരിക്കും. പെർസെപ്ഷൻ, the person plans act quickly. പെർസെപ്ഷൻസിന് വിചാരണ, നമുക്ക് അതിനെ കുറിച്ചൊരു പെട്ടെന്ന് ഒരു ആക്ട് എടുക്കാനുള്ള ഒരു വിചാരണ ഉണ്ടാവും. ടിപ്പിക്കലി വിത്തിൻ നെക്സ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടംപ്ലേഷൻ എന്ന് വെച്ചാൽ ചിന്തിച്ച് തന്നെ ഒരു 6 മാസത്തിനുള്ളിലൊക്കെയാണ് കാലയളവ് നമ്മൾ എടുക്കുന്നത്. വിദ്യ അടുത്തെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അല്ലെങ്കിൽ ടിപ്പിക്കലി ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളൊരു പേഴ്സൺ പെട്ടെന്ന് ടിപ്പിക്കലി ഒരു ആക്ട് ഉണ്ടാക്കി എടുക്കും. ആക്ഷൻ എന്താണ്, ലാസ്റ്റ് 6 months, ഒരു ലാസ്റ്റ് 6 months പേഴ്സൺ ഹാസ് മെയ്ഡ് ക്ലിയർ ഓവർ ചേഞ്ചസ് ഇൻ ദ വേ ഓഫ് ലൈഫ്. 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് ഒരു ആക്ഷൻ എടുക്കാം. പേഴ്സൺ ഹാസ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ചെയ്ത് ആക്ഷൻ എടുക്കാം. ഓവർ ചേഞ്ചസ് ടു ദർ വേ ഓഫ് ലൈഫ്, നമ്മുടെ വേ ഓഫ് ലൈഫ് മാറ്റാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിൻ്റനൻസ്, സ്റ്റേജ് ഓഫ് മെയിൻ്റനൻസ് ഇസ് വെൻ എ പേഴ്സൺ ഹാസ് ഓവർലി ചേഞ്ച് ഇൻ ദർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ആക്ടിവിറ്റി അറ്റംപ്റ്റ് അവോയ്ഡ് റിലാക്സിങ് എന്നൊക്കെയാണ് പറഞ്ഞത്. ടെർമിനേഷൻ അറ്റ് ദിസ് point the person is completely confident in their ability to stay sober and faces no temptation relapse. ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി എപ്പോഴും എന്താണ് എബിലിറ്റി ആയിട്ട് എടുക്കുക. ടെർമിനേഷൻസ് ഒരു എന്താ പറയാ, നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാൻ, ചിന്താഗതി മാറിപ്പോകാതെ എപ്പോഴും കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആയിട്ട് ഒരു എബിലിറ്റി
സ്റ്റേ ചെയ്ത് പോകുക, ഏത് പ്രശ്നത്തിനും സ്റ്റേജ് ഫേസ് ചെയ്യാനോ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ലാബ്സ് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെർമിനേഷൻ എന്താണ് ഇപ്പോൾ. അപ്പൊ ഈ ഇത്രയും പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രീ കണ്ടംപ്ലേഷൻ, സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ചേഞ്ചസ്, ട്രാൻസ് തിയററ്റിക്കൽ മോഡലിലെ സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രീ കണ്ടംപ്ലേഷൻ, കണ്ടംപ്ലേഷൻ, പെർസെപ്ഷൻ, ആക്ഷൻ, മെയിൻ്റനൻസ്, ടെർമിനേഷൻ. ഇത്രയും ക്ലിയർ ചെയ്ത് പഠിക്കും കേട്ടോ. ഇത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ ഓഫ് ലാർജ് പോപ്പുലേഷൻസ്, ഹൈ റിസ്ക് കാർഡിയോവാസ്കുലർ. അപ്പൊ നമ്മൾ ഒരു രോഗത്തെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ലാർജ് പോപ്പുലേഷൻസ് ഉള്ള ജനസംഖ്യ കൂടിയിരിക്കുന്ന ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വലിയ റിസ്ക് ആണ് എന്ത്? കാർഡിയോവാസ്കുലർ ഇൽനെസ്, ശ്വാസകരപരമായ രോഗങ്ങളാണോ, കാർഡിയോവാസ്കുലർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, such as smokers, where the person is currently situated in the stages of behavior should be determined throughout the intervention. അപ്പൊ എപ്പോഴും എവിടെയാണ് ആ പേഴ്സൺ എന്താണ് കറന്റ്ലി ആ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ ബിഹേവിയർ സ്റ്റേജസ് ഡിറ്റർമിൻ ചെയ്യാനുള്ളൊരു ഇന്റർവെൻഷൻ നടത്താനൊക്കെ നമുക്ക് സാധിക്കണം. അത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബിഹേവിയർ എന്ത് ബിഹേവിയറിൽ ആ സ്റ്റേജ് എന്താണ് മനസ്സിലാക്കാനും അവർക്കൊരു ഡിറ്റർമിനേഷൻ കൊടുക്കാനും ഒരു ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റണം. ദി പ്രോഗ്രാം ഷുഡ് ഹെൽപ് ദി ഇൻഡിവിജ്വൽ ഇസ് മെത്തഡിക്കലി മൂവിംഗ് ത്രൂ ദ സ്റ്റേജസ് ഓഫ് ചേഞ്ച്. ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് എയ്ഡ് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലി ഒരു ആ ചേഞ്ചിൽ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ മെത്തോഡിക്കലി മൂവിംഗ് നടത്തുക, മെത്തോഡിക്കലി മൂവിംഗ് നടത്തുക ത്രൂ ദ സ്റ്റേജസ് ഓഫ് അവിടുത്തെ ചേഞ്ച് വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ നോക്കുക. ചേഞ്ച് ഓവർ ബിറ്റ്വീൻ ഈച്ച് സ്റ്റെപ്പ് ഷുഡ് ബി ഗ്രാജുവൽ ആൻഡ് സീംലെസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അവിടെ എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഇത് കൊടുക്കുക. അങ്ങനെ അലയൻസ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആക്കി നമ്മുടെ രോഗത്തിന് ഒരു പ്രിവെന്റ് ചെയ്യാനൊക്കെ ഉള്ള കേസ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്, കൺട്രോൾ ചെയ്യാൻ. അടുത്തത് തിയററ്റിക്കൽ ആൻഡ് മോഡൽസ് ഇന്റർപേഴ്സണൽ ഹെൽത്ത് ബിഹേവിയർ. എന്തെല്ലാം മോഡൽസ് ആണ്? ഇന്റർപേഴ്സണൽ ഹെൽത്ത്, ഇന്റർപേഴ്സണൽ ബിഹേവിയർ എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബിഹേവിയർ. നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ. ഇന്റർപേഴ്സണൽ ബിഹേവിയർ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഇത് ഉണ്ടാവില്ല അല്ലെ. എല്ലാവരുമായിട്ട് നമ്മൾ എപ്പോഴും ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കണം, ഒരു റിലേഷൻഷിപ്പ് എഫക്ട് ചെയ്യണം പേഴ്സൺസിന്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാനും ബിലീഫും സമാധാനം ഉണ്ടാവില്ല, അതൊക്കെ കിട്ടും അല്ലെ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയാണോ? ഇല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏകാന്ത തടവ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു ശിക്ഷയാണ് ഏകാന്ത തടവ്. ഏകാന്ത തടവ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ശിക്ഷയാണ്. നമ്മൾ മരിക്കുന്നതിലും വലിയ ശിക്ഷയാണ് ഏകാന്ത തടവ്. കാരണം ആ മനുഷ്യന് ഒറ്റക്കാകുക എന്നുള്ളത് എന്താണ്, ഒരു ആരും വർത്താനം പറയാതില്ല, ആരോട് സംസാരിക്കാതെ ഒറ്റക്ക് നമ്മള് ഇരിക്കുന്ന അവസ്ഥയാണ് ഒറ്റക്ക് നമ്മൾ ഒരാളും ഇല്ല, നമുക്ക് ചുറ്റും ആളില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരാളോട് സംസാരിക്കാനില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പറയാനില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവിടെ എന്താണ്, നമുക്ക് ആകെ തന്നെ സ്ട്രെസ് തന്നെയല്ല, വളരെ പല പല രോഗങ്ങളും നമ്മൾ എത്തിപ്പെടും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ബിഹേവിയർ നമുക്ക് ഹെൽത്തിന് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞു പോകുന്നത്. അതിൽ ഏതൊക്കെയാണ്? സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, കുറെ തിയറീസ് പറയുന്നുണ്ട്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, SCT, സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് മോഡല്, സ്ട്രെസ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽ. ഈ 3 മോഡലാണ് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണത്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് മോഡല്, സ്ട്രെസ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽ. ഈ 3 മോഡൽ ഉണ്ട്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് വെച്ചാൽ ആൽബർട്ട് ബാൻഡുറ ഹൈപ്പോത്തീസിസ്. കുറെ ആളുകൾ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ തിയറികൾ കൊണ്ടുവന്നത്. നമ്മുടെ ഹെൽത്ത് മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി കുറെ തിയറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പൊ അവരുടെ ഒരു വേർഡുകളൊക്കെ ചിലപ്പോൾ ആരാണ് ഇത് പറഞ്ഞേക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ആൽബർട്ട് ബാൻഡുറ ഹൈപ്പോത്തീസിസ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ഇൻ 1960s അത് കൊണ്ടുവന്ന് ഡെവലപ്ഡ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഇൻ 1986. 1960s ഡിറ്റർമിനം കൊണ്ടുവന്നു. പിന്നെ എന്താ ഡെവലപ്പ് ചെയ്തതാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന ബേസിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് 1986 കേട്ടോ. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ഹോൾഡ് ദാറ്റ് പീപ്പിൾ ആൻഡ് തിയറി എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ആണ് റെസിപ്രോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം അതായത് ചേഞ്ചസ് ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റിയുടെ ഉള്ളിൽ സ്വന്തം വ്യക്തികളുടെ ഇടയിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടിരിക്കുക. അപ്പൊ ഈ സോഷ്യൽ ലേണിംഗ് തിയറിനെയാണ് നമ്മൾ ഒരു റിനെയിം ചെയ്താണ് എന്ത് സോഷ്യൽ ലേണിംഗ് തിയറി ആയിട്ടാണ് അത് കൊണ്ടുവന്നത് സൊസൈറ്റിയുടെ ഉള്ളിൽ. പക്ഷെ അത് റിനെയിം ചെയ്തപ്പോൾ SCT എന്നത് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന പേരിലേക്ക് മാറ്റി. അത് കോഗ്നിറ്റീവ് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ആഡഡ് ടു സ്യൂട്ട് ഹ്യൂമൻ ഇൻഫർമേഷൻ പ്രോസസിംഗ്. കോഗ്നിറ്റീവ് സൈക്കോളജീസ് പ്രിൻസിപ്പിൾ അവരുടെ റൂൾ അനുസരിച്ച് നല്ല രീതിയിലുള്ള സ്യൂട്ടായിട്ട് ഹ്യൂമൻസിന്റെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് അവർ അതിനനുസരിച്ചുള്ള ആഡ് ആയിട്ടുള്ള മെത്തേഡുകൾ കൊണ്ടുവരാനാണ് അവർ നോക്കിയത്.
SCT now incorporates sociology and political science. SCT എന്താണ് ഇൻകോർപ്പറേറ്റ് ആണെന്നാണ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിന് ഒരു കോർപ്പറേറ്റ് ചെയ്തില്ല, ഇൻകോർപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. നൗ ഇൻകോർപ്പറേറ്റ് എന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിനൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. എന്നിട്ട് 5 കൺസ്ട്രക്ട് പറയേണ്ട ഹൈപ്പോത്തസിസ് സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ. First point is psychological determinants of behavior. Second, observational learning. Environmental determinants of behavior. Third, self-regulation. Moral disengagement. ഇത്രയും 5 point ആണ്, 5 ഹൈപ്പോത്തസിസ് ആണ് പറയുന്നത്. സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ എന്താണ്? സെൽഫ് എഫിക്കസി ആൻഡ് റിസൾട്ട് എക്സ്പെക്ടൻസീസ്. സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് എഫിക്കസി അല്ലെങ്കിൽ റിസൾട്ട് ഒരു റിസൾട്ട് എക്സ്പെക്ടൻസീസ്. പിന്നെ പീപ്പിൾ മാക്സിമൈസ് ബെനിഫിറ്റ് ആൻഡ് മിനിമൈസ് കോസ്റ്റ്. മാക്സിമൈസ് നമുക്ക് ബെനിഫിറ്റുകൾ കൂട്ടിയെടുക്കാൻ നോക്കുക, ഒരു ചെലവുകൾ കുറയ്ക്കാം, മിനിമൈസ് ആയിട്ട് കോസ്റ്റ്. അപ്പൊ നമ്മുടെ ഈവെന്റുകൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ സൈക്കോളജിക്കലി എപ്പോഴും ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്ത് പോകാനാണ് ഈ തിയറി പറയുന്നത്. സൈക്കോളജിക്കലി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒബ്സർവേഷൻ ലേണിംഗ്, ദ എബിലിറ്റി ഓഫ് ഒബ്സർവ് റെപ്ലിക്കേറ്റ് ബിഹേവിയർ. അതായത് നമ്മൾ പല രീതിയിലുള്ള ബിഹേവിയർ ആണ്, അതിനെ ഒബ്സർവ് ചെയ്യുക. എവിടെ നിന്ന്? ഫാമിലി, പിയർ ആൻഡ് മീഡിയ, മോഡൽസ് ഇമ്പാക്ട് ഓഫ് ദ ബിഹേവിയർ പേഴ്സൺ ക്യാൻ വിച്ച് ദ ലേൺ. ഒത്തിരി പണ്ടൊക്കെ കാലങ്ങളിൽ മീഡിയാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ചില പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര രൂക്ഷമാണ്. ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ബിഹേവിയർ അല്ലെങ്കിൽ ബിലീഫ് കൊണ്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ട് അവർ സംസാരിച്ച് തന്നെ ഒരുപാട് വഷളാക്കിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ ഒരുപാട് മീഡിയാസ്, ചാനലുകളൊക്കെ ഉണ്ട്. കാര്യം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്കും വിവരമുണ്ടാക്കി തരാനുള്ള മെത്തേഡുകളൊക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മളായിട്ട് അത് ഉണ്ടാക്കുന്നില്ല ഇപ്പൊ. പക്ഷെ കൊലപാതകങ്ങളും അപകടങ്ങളും അല്ലെ, കുത്തിക്കൊല്ലും വെട്ടിക്കൊല്ലലൊക്കെ കൂടെയൊക്കെയാണ്. കാരണം എന്താണ്? അവർക്ക് എന്തോ മായാലോകത്താണെന്ന് ഇതിന്റെയൊക്കെ ചിന്താഗതി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഇതൊക്കെ എന്താണ്? ബിഹേവിയറിന്റെ ഭാഗമാണ് ഇതെല്ലാം അല്ലെ. അപ്പൊ എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് റിപ്ലിക്കേറ്റ് ബിഹേവിയർ. നമ്മൾ ഒരു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി എടുക്കണം അല്ലെ. ബിഹേവിയർ എങ്ങനെ ചെയ്യണം, നമ്മുടെ സ്വഭാവം എങ്ങനെ രൂപീകരിക്കണം, നമ്മൾ മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കണം. ഫാമിലി, പിയർ ആൻഡ് മീഡിയ മോഡൽസ് ഇമ്പാക്ട് ദാറ്റ് ബിഹേവിയർ പേഴ്സണിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ആരൊക്കെയാണ്? ഫാമിലി, പിയർ ആൻഡ് മീഡിയ, അതൊക്കെയാണ് കേട്ടോ ലേൺ ചെയ്യാൻ. എൻവയോൺമെന്റ് ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ. എൻവയോൺമെന്റൽ ഡിറ്റർമിനൻസ് എല്ലാം എൻവയോൺമെന്റ് ഡിറ്റർമിനൻസ് എന്നാ ബിഹേവിയർ വരുന്നത്. ഒബ്സർവേഷൻ ലേണിംഗ് വോണ്ട് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. ഒബ്സർവേഷൻ ലേണിംഗ് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ബിഹേവിയർ പറയുന്നില്ലെങ്കിലും അൺലെസ് ഒബ്സർവ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട്. ഒരു സോഷ്യൽ ആൻഡ് ഫിസിക്കലി എൻവയോൺമെന്റലി സപ്പോർട്ടായിട്ട് പോകണം. അത് കുറഞ്ഞു അൺലെസ്, അതായത് നമുക്കത് മോസ്റ്റ് ഓഫ് അത് വേണം. എൻവയോൺമെന്റിൽ എപ്പോഴും നമ്മൾ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചു മാത്രമാണ് നമുക്കൊരു എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം. സെൽഫ് റെഗുലേഷൻ, അതൊക്കെ ഇതിന്റെ മോഡലിസ്റ്റ് തിയറിയിൽ പറഞ്ഞു പോകണേണ് കേട്ടോ. സെൽഫ് റെഗുലേഷൻ SCT എംഫസൈസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടത്. അപ്പൊ SCT എംഫസൈസസ് ദ എബിലിറ്റി ഓഫ് വിത്ത്സ്റ്റാൻഡ് ഷോർട്ട് ടൈം അൺപ്ലസന്റ് റിസൾട്ട്, ലോങ് ടൈം ഫേവറബിൾ ഔട്ട്കം. ഷോർട്ട് ടൈം ആയിട്ടുള്ള അൺപ്ലസന്റ് റിസൾട്ട് എല്ലാം ലോങ് ടൈം ആയിട്ടുള്ള ഫേവറബിൾ ഔട്ട്കം ഉദ്ദേശിച്ചാണ് അവര് SCT എംഫസൈസ് ചെയ്തിരിക്കുന്ന ഈ എബിലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്. സെൽഫ് റെഗുലേഷൻ ചെയ്യുക. നമുക്ക് സ്പെസിഫിക് എബിലിറ്റീസ്, ഒരു സ്പെസിഫിക് എബിലിറ്റീസ് ഉണ്ടാക്കി എടുക്കാനാണ് റെഗുലേറ്റ് ചെയ്യുക. നോട്ട് ഡിറ്റർമിനേഷൻ ഒന്നും ഇല്ലാതെ. ഇനി മോറൽ ഡിസെൻഗേജ്മെന്റ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ, ലേണിംഗ് സെൽഫ് റെഗുലേഷൻ മോറൽ ഹെൽപ്സ് പീപ്പിൾ അവോയ്ഡ് വയലൻസ് ആൻഡ് ക്രൂവൽറ്റി. നമ്മൾ സെൽഫ് റെഗുലേഷൻസ് കുറിച്ച് ലേണിംഗ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് ഹെൽപ്പാണ്. കാരണം എന്താണ്? പീപ്പിളിന് ഒരു വയലൻസ് ആൻഡ് ക്രൂവൽറ്റി ഇല്ലാതിരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞ് സഹായിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ഇന്ന് എഡ്യൂക്കേഷൻ കൂടിയത് കൊണ്ടാണെന്ന് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് മറ്റുള്ള കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഇന്നിപ്പോ ഒരു TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ വരെ വെറുതെ വിടാത്ത കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ചോദിക്കുന്നത് എന്തെല്ലാം കൊണ്ടുവന്നിട്ടും സോഷ്യൽ മീഡിയ അവയർനെസ് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ആളുകളുടെ ഇടയിൽ ബോധം ഇപ്പോഴും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആപ്ലിക്കേഷൻ പറയുന്നത് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഈസ് എ വെൽ സപ്പോർട്ടഡ് അപ്രോച്ച്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത് ഒരു വെൽ സപ്പോർട്ടഡ് അപ്രോച്ച് ആയിട്ടാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ചേഞ്ചിങ് ന്യൂമറസ് ഹെൽത്ത് ബിഹേവിയറിൽ കേട്ടോ. SCT ബേസ്ഡ് ഇന്റർവെൻഷൻസ്, ഇൻക്രീസ് സെൽഫ് എഫിക്കസി. എന്തൊക്കെയാണ് ഇന്റർവെൻഷൻ കൊടുത്തിരിക്കുന്നത്? ഇൻക്രീസ് സ്വന്തമായിട്ടുള്ള സെൽഫ് എഫിക്കസി ഇൻക്രീസ് ചെയ്തു. സോഷ്യൽ മോഡലിംഗ് ഉണ്ട്. പിന്നെ വെർബൽ പെർസുവേഷൻ ആൻഡ് അതർ മെത്തേഡ്സ് ചേഞ്ച് ബിഹേവിയർ.
പിന്നെ ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നു പ്രത്യേകിച്ച് എന്തിനൊക്കെ സെൽഫ് മോണിറ്ററിംഗ് ചെയ്യാൻ, സെൽഫ് റിവാർഡ്, ഗോൾ സെറ്റിംഗ്, ഫീഡ്ബാക്ക്, നമ്മുടെ എന്തൊക്കെ ഫീഡ്ബാക്ക് ആണെന്ന് മനസ്സിലാക്കാൻ, സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം പോകുന്നത് SCTയുടെ ഒരു ഇത് കൊണ്ടാണ്, SCTയുടെ കാരണം കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അത്രയ്ക്കാണ് പറഞ്ഞുകൊണ്ടത്. ഈ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് മോഡൽ, ഇതിലെ ഫസ്റ്റ് മോഡലാണ് പറഞ്ഞത് കോഗ്നിറ്റീവ് മോഡൽ, അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് മോഡൽ. സെക്കൻഡ് മോഡലാണ് social network and social support model. Social network and social support based models make assumptions of social connections. സമൂഹപരമായിട്ടുള്ള കണക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെരി സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഇൻ ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയർ, ഇത് ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയറിൽ ഒരു ഇമ്പാക്ട് ആക്കി എടുക്കാൻ പറ്റും, ഹെൽത്ത് സ്റ്റാറ്റസ് കൂട്ടാൻ, ഹെൽത്ത് റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. The term social network describes the web and interpersonal connections around the people. സോഷ്യൽ നെറ്റ്വർക്ക് കൊണ്ട് എന്താണ് ഈ ഡിസ്ക്രൈബ് വെബ് ഇന്റർപേഴ്സണൽ കണക്ഷൻസ്, ജനങ്ങളുടെ ഇടയിൽ ഇന്റർവെൻഷൻ കണക്ഷൻ, ഇന്റർപേഴ്സണൽ കണക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ സോഷ്യൽ നെറ്റ്വർക്കിന് സാധിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു പോകണം കേട്ടോ. ഡിഫറെന്റ് സോഷ്യൽ ഫംഗ്ഷൻസ് സച്ച് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ കമ്പാനിയൻഷിപ്പ്, പല തരത്തിലുള്ള സോഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ കമ്പാനിയൻഷിപ്പ്, മോസ്റ്റ് ക്രൂഷ്യലി സോഷ്യൽ സപ്പോർട്ട് ആർ ഫെസിലിറ്റേറ്റഡ് ത്രൂ ദ സോഷ്യൽ നെറ്റ്വർക്ക്. മോസ്റ്റ് ക്രൂഷ്യൽ സോഷ്യൽ സപ്പോർട്ട്, സമൂഹപരമായിട്ടുള്ള സപ്പോർട്ട് ഫെസിലിറ്റേറ്റ് ത്രൂ എല്ലാം എന്തുവരെ ത്രൂ വഴിയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ത്രൂ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയാണ്. ചാൻസ് ഓഫ് ദാറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് ഓഫർ സോഷ്യൽ സപ്പോർട്ട്. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്ക് ഓഫർ ചെയ്യുന്ന ചാൻസ് സോഷ്യൽ സപ്പോർട്ടിന്, സോഷ്യൽ നെറ്റ്വർക്ക് മുഖേന എന്താണ് സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം കേട്ടോ. അതിനൊരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു 1990s ഒരു ടേം കൊണ്ടുവന്നു. അതൊരു ബുക്സ് ആണ്. ജേൺ ജാക്കബ്സ് യൂസ്ഡ് ദിസ് ഫ്രൈസ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നെറ്റ്വർക്ക്. ജേൺ ഇൻ ഹർ ബുക്സ് ജേൺ ജാക്കബ്സ് യൂസ് ചെയ്തിരുന്നു ദിസ് ഫ്രൈസ് ടു ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഡിസ്കസ് ചെയ്തു. ദ ഐഡിയ ഗെയിൻ പ്രൊമിനൻസ് ഇൻ ദ ലേറ്റ് 1990s ആൻഡ് ബിക്കേം സബ്ജക്ട് ഓഫ് എ വേൾഡ് ബാങ്ക് സ്റ്റഡി ഇനിഷ്യേറ്റീവ്. ഈ ഐഡിയ ഗെയിൻ ചെയ്ത് പ്രൊമിനൻസ് ചെയ്ത് ഇൻ ദ ലേറ്റ് 1990s ബിക്കെയിം സബ്ജക്ട് ഓഫ് എ വേൾഡ് ബാങ്ക് സ്റ്റഡി. വേൾഡ് ബാങ്ക് സ്റ്റഡിയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ഗെയിം ഉണ്ടാക്കി എടുക്കാൻ നോക്കിയത്. ഓക്കെ, എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോകുന്നില്ല, അതിന് തീരില്ല, അതുകൊണ്ട് നമ്മൾ അപ്പൊ അത്രയൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അത് നോക്കാം. പിന്നെ ഈ ഇതിൽ റെപ്രസെന്റ് ട്രാൻസാക്ഷണൽ മോഡൽസ് ഓഫ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് തന്നെ സോഷ്യൽ സപ്പോർട്ട് മോഡിൽ തന്നെ ഒരു കുറച്ച് കാര്യങ്ങളാണ് സ്ട്രെസ് കോപ്പിംഗ്, അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്ട്രെസ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞു. കോപ്പിംഗ് എന്ന് വെച്ചാൽ മീൻസ് സമ്മർദ്ദമാണ് കേട്ടോ. അതായത് നമുക്ക് സ്ട്രെസ് മുഖേന സമ്മർദ്ദപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടുള്ള കോപ്പിംഗ് എന്ന് വെച്ചാൽ സമ്മർദ്ദപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ആർ ദ മെയിൻ ഹെൽത്ത് ബിഹേവിയർ ഡിറ്റർമിൻസ് ദിസ് പ്രോഗ്രാം. പ്രാഡിഗിം അതിന്റെ ഒരു മാതൃക എന്നാണ് അതിന്റെ മലയാളം മീനിങ്. സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് ആർ ദ മെയിൻ ഹെൽത്ത് ബിഹേവിയർ. സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് എന്ന് വെച്ചാൽ സമ്മർദ്ദ മുഖേനമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എന്നൊരു ഹെൽത്ത് ബിഹേവിയറിന് ബാധിക്കും, അതൊരു മാതൃകയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊടുത്തത്. സ്ട്രെസ് may negatively affect health, indirectly cause unhealthy behavior. സ്ട്രെസ് എപ്പോഴും എന്താണ് ഒരു നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നതാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിൽ അല്ലെ. ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി നമുക്ക് ഒരു രോഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോസ് അൺഹെൽത്തി ബിഹേവിയർ ഉണ്ടാക്കുക. അപ്പൊ സ്മോക്കിംഗ് മേ ഹെൽപ്പ് സംവൺ മാനേജ് സ്ട്രെസ്. ചില ആളുകൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് തന്നെ സ്മോക്കിംഗ് വഴിയാണ്. സ്മോക്കിംഗിന്റെ സഹായത്തോടെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്. സ്മോക്കിംഗ് മേ ഹെൽപ്പ് സംവൺ അല്ലെ. ഇന്റർപേഴ്സണൽ കോൺടാക്ട് ആൻഡ് സപ്പോർട്ട് ക്യാൻ റെഡ്യൂസ് സ്ട്രെസ്, ഹെൽപ്പ് പീപ്പിൾ മാനേജ് ചെയ്തിട്ട്. അപ്പൊ അവിടെ ഇന്റർപേഴ്സണൽ കോൺടാക്ട് ആൻഡ് സപ്പോർട്ട് കൊണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്ത് ചെയ്യണത് ഹെൽപ്പ് ജനങ്ങൾ മാനേജ് ചെയ്യുന്നത് വേറെ രീതിയിലാണോ. ട്രാൻസാക്ഷൻ മോഡൽ സ്ട്രെസ് ഓഫ് കോപ്പിംഗ് ഇവാലുവേറ്റ് സ്ട്രെസ് കോപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. ട്രാൻസാക്ഷൻ മോഡൽ സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ട്രാൻസാക്ഷൻ മോഡൽ കൊണ്ട് എങ്ങനെയാണ് സ്ട്രെസ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതിരിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് കോപ്പിംഗ് എന്ന് വെച്ചാൽ സമ്മർദ്ദ പ്രശ്നങ്ങൾ. പേഴ്സണൽ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ് ഫോർ സ്ട്രെസ്. അപ്പൊ ഒരു എൻവയോൺമെന്റിൽ ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ് സ്ട്രെസ് കാരണമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി അതൊരു അസസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫിഗറിൽ തന്നെ ട്രാൻസാക്ഷൻ സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതില് പ്രൈമറി അപ്രൈസൽ എന്ന് വെച്ചാൽ പ്രാഥമിക വിലയിരുത്തൽ കേട്ടോ. സെക്കൻഡറി പ്രാഥമിക അല്ല, രണ്ടാമത്തെ അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് വെച്ചാൽ എന്താ രണ്ടാം തരത്തിലുള്ള സെക്കൻഡറി മോഡൽ വിലയിരുത്തല്. അപ്പൊ പ്രാഥമിക വിലയിരുത്തൽ പെർസീവ്ഡ് സക്സെപ്റ്റബിലിറ്റി. അപ്പൊ നമ്മളൊരു സംവേദനക്ഷമത എന്നാണ് ഈ പെർസീവ്ഡ് സക്സെപ്റ്റബിലിറ്റിയുടെ കറക്റ്റ് മലയാളം. അതായത് നമ്മൾ ഒരു തിരിച്ചറിയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക്
ബോധോദയം ഉണ്ടാവണമല്ലോ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൈസ് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാതെ അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ ചില സമയത്ത് ക്ഷമത കാണിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യണം. പേഴ്സണിന്റെ സിവിയാരിറ്റി തിരിച്ചറിഞ്ഞ് പെരുമാറുക, എന്ത് കാര്യങ്ങളെ ഒരു തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ബോധത്തോടുകൂടിയുള്ള ഇത്. മോട്ടിവേഷണൽ റിലവൻസ്, കോസ്റ്റൽ ഫോക്കസ്. മോട്ടിവേഷണൽ റിലവൻസ് നമ്മൾ എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ട് നമ്മൾ പ്രശ്നങ്ങളെ നേരിടുന്നെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണം അല്ലെ. എന്ത് കാര്യത്തിലും മോട്ടിവേഷൻ നമ്മൾ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെക്കാൾ കഴിവില്ലാത്തവരും അല്ലെങ്കിൽ കഴിവുള്ളവർ മാത്രമല്ല സമൂഹത്തിൽ, കഴിവില്ലാത്തവരൊന്നും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് എന്റെ കഴിവില്ലാത്ത എന്നതിനൊക്കെ നമ്മൾ തന്നെ സ്വയം ഇതാക്കി എടുക്കണം. മോട്ടിവേഷൻ റിലവൻസ്. പിന്നെ സോഷ്യൽ ഫോക്കസ്. സ്ട്രെസ്സറിനെ സംബന്ധിച്ചാണ് നമ്മൾ പോകുന്നത്. ഇനി സെക്കൻഡറി അപ്രൈസിൽ പെർസീവ്ഡ് കൺട്രോൾ. പെർസീവ്ഡ് കൺട്രോൾ എന്ന് വെച്ചാൽ സംവേദനമായി നമ്മുടെ കൺട്രോൾ ചെയ്യുക, സ്വന്തമായിട്ടൊരു സംവേദനമായിട്ടുള്ള ഒരു നമ്മുടെ കാര്യങ്ങൾ കേട്ട് അതിനെ കൺട്രോൾ ചെയ്യുക. പെർസീവ്ഡ് ഔട്ട്കംസ്, നല്ല രീതിയിലുള്ള ഔട്ട്കംസ് ഉണ്ടാക്കി എടുക്കണം. എന്താണ് സ്ട്രെസ് കൂടി 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 ആത്മഹത്യയിലേക്ക് പോകാതെ എന്താണ് സ്വന്തമായിട്ട് തന്നെ നമ്മൾ നിവർത്തിക്കാൻ, അത് പേഴ്സീവ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് വേണം. പിന്നെ കൺട്രോൾ ഓവർ ഇമോഷൻസ് ആൻഡ് സെൽഫ് എഫിക്കസി. ചിലപ്പോൾ നമ്മളൊരു ഇമോഷൻ സിറ്റുവേഷൻ, അതായത് ഭയങ്കരമായിട്ട് ഇമോഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് പോകണം. എങ്കിൽ മാത്രം രോഗങ്ങളിൽ പ്രധാന കാരണമാണ് സ്ട്രെസ് കേട്ടോ. സ്ട്രെസ് കൊണ്ട് പല ആളുകൾ പല പ്രശ്നങ്ങളുണ്ട്. ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന കുട്ടികൾ ഒരുപാട് പേരുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം സമൂഹത്തിൽ തന്നെ ചിലപ്പോൾ കുട്ടികൾ, കൊച്ചു കുട്ടികളൊക്കെ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉള്ളത് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മരണപ്പെടുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിക്കുക. അപ്പൊ അത് വെച്ചാൽ അവരെല്ലാവരും ഡിപ്പെൻഡബിൾ ആണല്ലേ, അവരൊക്കെ ഡിപ്പെൻഡബിൾ ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. അപ്പൊ അവർ ആ ഒരു പ്രശ്നങ്ങൾ സ്ട്രെസ് അനുഭവിച്ച് പല രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തന്നെ ശരിയാക്കി എടുക്കാനാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും അതിനനുസരിച്ച് ഓവർകം ചെയ്തു പോകാനും സ്വന്തമായി കൺട്രോൾ ചെയ്യാനും അതൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ കോപ്പിങ് എഫോർട്ട്. കോപ്പിങ് എഫോർട്ട് മീൻസ് അങ്ങനെ സമ്മർദ്ദപരം. അതിന് ശരിക്കും കോപ്പിംഗ് എന്ന് വെച്ചാൽ നേരിടാൻ എഫോർട്ടുകൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നേരിട്ട് പോവുക. പ്രോബ്ലം മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ. അത് രണ്ടും കൂടി സെക്കൻഡറി അപ്രൈസലിലും പ്രൈമറി അപ്രൈസലിലും പറയുന്നതാണ്. പ്രോബ്ലം മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പോസിഷണൽ. ഇതെല്ലാം കോപ്പിംഗ് എഫോർട്ടിൽ വരുന്ന കേട്ടോ. ഡിസ്പോസിഷണൽ കോപ്പിംഗ് സ്റ്റൈൽ, സോഷ്യൽ സപ്പോർട്ട്. ഡിസ്പോസിഷണൽ കോപ്പിംഗ് സ്റ്റൈൽ, സമൂഹപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതിനുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് മീനിങ് യൂസ്ഡ് കോപ്പിംഗ്, പോസിറ്റീവ് റീഅപ്രൈസൽ, റിവൈസ്ഡ് ഗോൾ, സ്പിരിച്വൽ റിലീഫ്, പോസിറ്റീവ് ഇവന്റ്സ്. നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇവന്റ്സുകൾ, നല്ല രീതിയിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഗോൾസ്. നമ്മൾ ഒരു കാരണം സ്പിരിച്വൽ ഗോൾസ് എന്ന് വെച്ചാൽ ഒരു ആത്മീയമായ രീതിയിലുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ പകുതി സ്ട്രെസ് കുറയും അല്ലെ. നമ്മൾ പറയാ നമുക്കിവിടെ ഒരു നമ്മൾ പറയില്ലേ വിധി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ അങ്ങനെയെങ്കിലും ചിന്തിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കുറെ സോൾവ് കൊണ്ടുവരാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ദൈവത്തിന്റെ വിധി ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എന്താണ് റിലാക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ബേസ്ഡ് ഫോർ സ്പിരിച്വൽ, റിലീസ് പോസിറ്റീവ് ഇവന്റ്സ്, പോസിറ്റീവ് റീഅപ്രൈസൽ, മീനിങ് ബേസ്ഡ് കോപ്പിംഗ്. പ്രശ്നങ്ങൾ എന്താണ് ബേസ് ചെയ്ത ഒരു ഇത് അത് തരണം ചെയ്യൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നേരിടല് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഔട്ട്കം, ഇമോഷണൽ വെൽബീയിങ്, ഫങ്ഷണൽ സ്റ്റാറ്റസ്, ഹെൽത്ത് ബിഹേവിയർ, അത്രയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു കോപ്പിംഗ് എഫേർട്ട്, പ്രോബ്ലം മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ ആണ് പറയുന്നത്. ഇതെല്ലാം കോപ്പിംഗ് എഫോർട്ടിലാണ് ഔട്ട്കം ഒക്കെ വന്നു ചേർന്നത് കോപ്പിംഗ് എഫോർട്ടിലാണ്. ഓക്കെ, അതൊന്ന് നോക്കാം കേട്ടോ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റിലേക്ക് അതിൽ പറഞ്ഞു വന്നത്. പിന്നെ ഈ കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രൂപ്പ് മോഡൽസ് ഓഫ് ഹെൽത്ത് ബിഹേവിയർ. എന്തെല്ലാം കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് എന്തൊക്കെയാണ് ഹെൽത്ത് ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. Communities, large scale organization, groups and organization will play crucial role in enhancing health. ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിനും ഒരു കമ്മ്യൂണിറ്റീസിനും എല്ലാവർക്കും എന്താണ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെയുണ്ട്. എന്തിന് ഒരു ഹെൽത്തിനെ എൻഹാൻസ് ചെയ്ത് ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള റോള് അവര് വലിയൊരു ആസ്പെക്ട് ആണെന്ന് പറയുന്നത്. ബൈ ഡെവലപ്പിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് എൻകറേജ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഡെവലപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് പോവുക, റെഗുലേഷൻസ് കൊണ്ടുവരിക, അതിനുവേണ്ടി എൻകറേജ് ചെയ്യുക ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി. ഡിക്രീസിങ് എലിമിനേറ്റിംഗ് ഹെൽത്ത് ത്രെറ്റ്സ്, ആരോഗ്യപരമായ ത്രെറ്റ്സും പ്രശ്നങ്ങളൊക്കെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. കമ്മ്യൂണിറ്റീസ് ക്യാൻ പ്രൊമോട്ട് ദർ ഓവറോൾ വെൽബീയിങ്. കമ്മ്യൂണിറ്റീസ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാവരും ഒരേ രീതിയിൽ വെൽബീയിങ് ആയിട്ട് കൊണ്ടുവരുന്ന സമൂഹം മൊത്തത്തിൽ കൊണ്ടുവരാൻ നോക്കുക അല്ലെ. ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് സബ്സ്റ്റൻസ് മിസ്യൂസ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് സബ്സ്റ്റൻസ് ആണ്, മിസ്യൂസ് ചെയ്യരുത്. ആ പ്രശ്നങ്ങൾ മിസ്യൂസ് ചെയ്യാതെ HIV, AIDS ആൻഡ് ഒബിസിറ്റി cannot be successfully addressed by
one small group of therapy. അപ്പൊ HIV AIDS എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരെ നമ്മൾ മാറ്റി നിർത്തിയ കാലഘട്ടമുണ്ട്. HIV AIDS ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിലേക്ക് പോകില്ല. ആ രോഗമുള്ളവരും സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ആ രോഗമുള്ളവരെ നമ്മൾ അടുത്തേക്കും എടുപ്പിക്കില്ല. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ മിസ്യൂസ് ചെയ്യാതെ അവർക്ക് അതനുസരിച്ചുള്ള ഒരു തെറാപ്പി ഇൻസ്റ്റഡ് ഒക്കെ ചെയ്യാനുള്ള നമ്മൾ 1 ആയിട്ട് സ്മോൾ ഗ്രൂപ്പ് തെറാപ്പീസ് ഒക്കെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ കൊണ്ടുവരാം. പിന്നെ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് ഇവാലുവേറ്റ് ആൻഡ് കൺസിഡർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് ആയിട്ട് എന്താണ് കൺസിഡർ ചെയ്യുക, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യാനും അതിന് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ നോക്കണം. അല്ലെ ഹ്യൂജ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്ത് ബിഹേവിയർ. ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യണം, ഒരു കണ്ടെക്സ്റ്റ്, ഒരു ബിഹേവിയറിനെ കുറിച്ച് ഒരു കണ്ടെക്സ്റ്റ്, ഒരു ഹെൽത്ത് ബിഹേവിയറിനെ കുറിച്ച് ഒരു കണ്ടെക്സ്റ്റ് കൊണ്ടുവരാനും അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നോക്കണം. മെയിൻ മോഡൽസ് ഓഫ് കാറ്റഗറി എൻഹാൻസിങ് ഹെൽത്ത് ഇൻ കമ്മ്യൂണിറ്റിക്ക് ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആൻഡ് ഡിഫ്യൂഷൻ ഇന്നോവേഷൻസ്. അതായത് കമ്മ്യൂണിറ്റീസിനെ അതനുസരിച്ച് ബിൽഡ് ചെയ്യുക. ഇന്നോവേഷൻസ് വീക്ഷണമായിട്ടുള്ള ചിന്താഗതികളുടെ കുറച്ച് അതായത് ആവശ്യമില്ലാത്ത ചിന്താഗതികളൊക്കെ ഉണ്ട്, അതാണ് ഡിഫ്യൂഷൻസ് ഉദ്ദേശിച്ചത്. അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കാന്നുള്ളതാണ്. ഇനി ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻസിൽ ഡിഫ്യൂഷൻ സ്റ്റഡീസ് ഹാവ് ഇവോൾവ്ഡ് ഫ്രം റോജേഴ്സ് 1995 റൈറ്റിംഗ്സ് സച്ച് ആസ് Dechernat later refined 2002 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഐഡിയാസ് റിലേറ്റഡ് ടു ഡിഫ്യൂഷൻ ഇന്നോവേഷൻ. Broad dissemination of an innovation is referred to diffusion. Innovation is spread over time through certain channels. Innovation spread ചെയ്യുന്നത് പല ഓവർ ടൈമിലാണ്. അത് certain channels വഴിയൊക്കെയാണ് ഇന്നോവേഷൻസ് പോകുന്നതാണ് പറഞ്ഞുകൊണ്ടത്. ഡിഫ്യൂഷൻ ആസ് 5 സ്റ്റേജസിലാണ് ഡിഫ്യൂഷൻ പറഞ്ഞത്. ഇന്നോവേഷൻ സ്പ്രെഡ് ത്രൂ 5 stages: institutionalization, maintenance, sustainability, adoption and implementation. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആയിട്ട് പറയുന്നത്, മെയിൻ്റനൻസ് ആയിട്ട് പറയുന്നത് സസ്റ്റൈനബിലിറ്റി, adoption and implementation. Relative advantage, compatibility, complexity, triability, observability, innovations and influence, diffusion. അപ്പൊ ഡിഫ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, കുറെ നല്ല വശങ്ങൾ ഉണ്ടെന്നാണ്. റിലേറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, കോംപ്ലക്സിറ്റി, പിന്നെ എന്താണ് ട്രയബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി എന്നൊക്കെയാണ് പറഞ്ഞുകൊടുത്തത്. There are 5 types of peoples are every group. ഏതാണ് 5 types of peoples ആണ് നമ്മൾ ഓരോ ഗ്രൂപ്പിലും പറയുന്നത്. Including innovators, early adopters, the early majority, the late majority and laggards, depending on the group of person fixed. അപ്പൊ ഇതെല്ലാം ഇതൊക്കെ പേഴ്സൺസ് എങ്ങനെയുള്ള ഓക്കെ ആണോ, അല്ലെങ്കിൽ ഈ ഐഡിയാസൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ കൊണ്ടുവരാനും പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ബിഹേവിയർ ചേഞ്ചിനെ കുറിച്ചൊരു ബോധവൽക്കരണം നടത്താനാണ് കമ്മ്യൂണിറ്റി ലെവലിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഓർഗനൈസേഷനും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ഇതെല്ലാം ഒരു വലിയ റോളാണ് ബിഹേവിയർ ചേഞ്ചിന് ഹെൽത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. Okay, 5 types of people in a community എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നോവേറ്റേഴ്സ് ഉണ്ട്, ഇയർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, ഇയർലി മെജോറിറ്റി ഉണ്ട്, ലേറ്റ് മെജോറിറ്റി ഉണ്ട്, ലാഗേർഡ്സ് ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ഇന്നോവേറ്റേഴ്സ്, ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾവേസ് ഫസ്റ്റ് ടു അഡോപ്റ്റ് ന്യൂ കൺസെപ്റ്റ്. പുതിയ കോൺസെപ്റ്റുകൾ ആദ്യമേ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നവരാണ് ഇന്നോവേറ്റേഴ്സ്. നല്ല വീക്ഷണമായിട്ട് ചിന്താഗതി ഉള്ളത് കൊണ്ട് എന്ത് കാര്യങ്ങൾ വന്നാലും ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യും. The possess traits like independence. ഇത് പോസസ് ഒരിക്കലും എന്താണ് ഇൻഡിപെൻഡൻസ് അല്ല, റിസ്ക് ടേക്കിംഗ് അഡ്വഞ്ചർ അങ്ങനെ പ്രശ്നമല്ല. ഇത് സ്ട്രൈറ്റ് ആയിട്ട് അവരത് നേരിടും അല്ലെ. ന്യൂ ഹെൽത്ത് ബിഹേവിയർ ഇൻട്രൊഡ്യൂസ്ഡ് പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽ വിൽ ബി റെഡിലി അക്സെപ്റ്റഡ് ബൈ എന്തൊരു പ്രോഗ്രാം കൊണ്ടാൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എന്ത് ബിഹേവിയർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് എന്താണ് പ്രൊഫഷണൽസ് വിൽ ബി റെഡിലി, പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, അത് അക്സെപ്റ്റഡ് ബൈ ദം. ഓക്കെ, ഇയർലി അഡോപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പയ്യെ അഡോപ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. എവരി വേർഡ് ഫസ്റ്റ് ജോയിൻ, ഒരിക്കലും ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യില്ല. ട്രമെൻഡസ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഇന്റർവെൻഷൻ. നമ്മൾ ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കുറിച്ച് മനസ്സിലാക്കി പിന്നെ പയ്യെ ചെല്ലുള്ളൂ അല്ലെ. എൻഷുർ ദി ഇന്നോവേഷൻ ഈസ് യൂസ്ഫുൾ. The wait until the innovators are already involved. അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് വന്ന് ചേരുന്ന ഇന്നോവേറ്റേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദം വെൽ നോൺ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. ഇത് എപ്പോഴും വെൽ നോൺ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടാണ്, എല്ലാ അറിവുകൾ കിട്ടിയതിനു ശേഷം ചെയ്യുന്നവരാണ് അങ്ങനത്തെ കമ്മ്യൂണിറ്റി. Okay, ഇയർലി മെജോറിറ്റി they are intrigued by the invention. But they will want outside encouragement to get. അതായത് ഔട്ട്സൈഡ് എൻകറേജ്മെന്റിന്റെ ഒരു ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് അതിലേക്ക് ചേരുന്നവരുണ്ട്. വേറെ ഒരാൾ നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കാതെ വേറെ ഔട്ട്സൈഡ് അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ എടുക്കുന്നത് കൊണ്ട് വരുന്നതാണ് ഇയർലി മെജോറിറ്റി എന്ന് വെച്ചാൽ. ലേറ്റ് മെജോറിറ്റി they will require more time to engage since they are resistant to change. അത് റിക്വയർ ചെയ്യുന്നത്
ഒരുപാട് സമയം അതിന് മെനക്കെടുത്തി എൻഗേജ് ചെയ്തിട്ട് അതിനൊരു അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കി എടുക്കണം. അങ്ങനെയാണ് അവർ എന്താണ് മെജോറിറ്റി കമ്മ്യൂണിറ്റി കൂടുതലും ഇൻഫ്ലുവൻസ് ലേറ്റ് ആയിട്ടാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ലഗാർഡ്സിനാണ്. ലഗാർഡ്സിന് ലാക്ക് ഓഫ് എന്തസിയാസം ഓഫ് ഇന്നോവേഷൻ. ലാസ്റ്റ് ആയിട്ട് ഒരിക്കലും അത് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻസ് ലാക്കായിട്ടേ പോകുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ അവർ എടുക്കൂല. ലാസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്. ഹാവ് സ്ട്രോങ് ട്രഡീഷണലിസം ആർ വെരി ചേഞ്ച്. ട്രഡീഷണലിസത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരുപാട് സമയം എടുത്തിട്ടുള്ള ആളുകൾ would be the last to participate എന്നാണ് പറയുന്നത്. They have a strong traditionalism and are very to change. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ട്രഡീഷണലിസത്തെ കുറിച്ച് സ്ട്രോങ് ഒരു അവയർനെസ് കിട്ടിയതിനു ശേഷം ലാസ്റ്റ് ആയിട്ടായിരിക്കും അവരുള്ള ലാക്ക് എന്തൂസിയാസം ഫോർ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ലാക്ക് എന്തൂസിയാസം. ഓക്കെ, അതാണ് ലഗാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. An area spread to 5 stages in the context of health. ഇതില് ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ കമ്മ്യൂണിറ്റി, ഏതൊക്കെ 5 ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. ഇതില് എനി ഐഡിയാസ്, എന്തൊക്കെ ഐഡിയാസ്, ഏതൊക്കെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നത് 5 സ്റ്റേജിലെ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്തിൽ പറയുന്നത്. അഡോപ്ഷൻ, ഇംപ്ലിമെന്റേഷൻ, മെയിൻ്റനൻസ്, സസ്റ്റൈനബിലിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അത് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞിരുന്നു. അത് ഡിഫ്യൂഷൻ ആൻഡ് 5 സ്റ്റേജസ്. ഡിഫ്യൂഷൻ 5 സ്റ്റേജസിലാണ്. ഇന്നോവേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് 5 സ്റ്റേജസിലാണ്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു പോയില്ലേ. അതുപോലെ തന്നെ ഒരു പോയിന്റ് ആണ് 5 സ്റ്റേജസിലാണ് കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്ത് പറയുന്നത്. അഡോപ്ഷൻ, ഇംപ്ലിമെന്റേഷൻ, മെയിൻ്റനൻസ്, സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അതില് അഡോപ്ഷൻ എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഓഡിയൻസ് അക്സെപ്റ്റൻസ്. നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാം സക്സസ് ആവണമെങ്കിൽ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യേണ്ടി. അപ്പൊ അത് ഇന്റന്റ് ചെയ്തത് അഡോപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് അഡോപ്റ്റ് ചെയ്യണം. ഓഡിയൻസ് അക്സെപ്റ്റൻസ് ഓഫ് ദ പ്രോഗ്രാം ഓർ ഇന്നോവേഷൻ എന്നാണ് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ, the proactive deliberate actions taken to idea into practice in a specific context. ഒരു പ്രാക്ടീസ് ചെയ്യുക, ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഐഡിയാസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ആക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഉള്ളതല്ല, ഇത് ഓഡിയൻസ് മുഖേനയാണ് അഡോപ്റ്റ് ചെയ്യുക പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡെലിബറേറ്റ് ആണ്, ഡെലിബറേറ്റ് ആക്ഷൻസ് ആണ്. ടേക്ക് പുട്ട് ആൻ ഐഡിയ ഇൻ ടു പ്രാക്ടീസ് ഇൻ എ സ്പെസിഫിക്, ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ആക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം. മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഓൺഗോയിങ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഐഡിയ ഓവർ ടൈം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും ഗോയിങ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓൺഗോയിങ് ആണ്, പുതിയ ഐഡിയാസ് ഓവർ ടൈം ചെയ്തു പോകുക. അടുത്തത് സസ്റ്റൈനബിലിറ്റി, എക്സ്റ്റെൻഡ് വിച്ച് ഇന്നോവേഷൻസ് ചേഞ്ച് റിലേറ്റഡ് പ്രോഗ്രാംസ് ഓഫ് മെയിൻറ്റെയിൻഡ്. അതായത് നമ്മളൊരു അവിടെ ഒരു ഇല്ലാതിരുമ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാതെ എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, ഇന്നോവേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരു ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് എ പ്രോഗ്രാം ഇൻ ടു ദ ജനറൽ പോളിസീസ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ മീൻസ് ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഒക്കെ വഴി ലോ, നിയമങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പോളിസീസ് ഒക്കെ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞു പോകുന്നത്. ഇനി എന്താണ് സെലക്ഷൻ ഓഫ് തിയറി ചൂസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയെടുക്കുക, എന്തൊക്കെ ബെറ്റർ ആയിട്ടുള്ള സെലക്ഷൻ എടുക്കണം, എന്താ തിയറി ബേസ് ചെയ്തിട്ട് എന്ത് പ്ലാനിങ് ആണ് ഹെൽത്ത് ഇന്റർവെൻഷനിൽ കൊണ്ടുവരുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കോംപ്ലക്സ് ഹെൽത്ത് ഐഡിയാസ് അപ്ലൈ ചെയ്യാം. റിസർച്ചേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഷുഡ് ചൂസ് തിയറീസ് ബേസ്ഡ് ഓൺ ദർ മെറിറ്റ്സ് ആൻഡ് suitable to the targeted group of cultural and social context. Lack of good research based evidence. അപ്പൊ ഗുഡ് റിസർച്ച്, നല്ല റിസർച്ചിന്റെ ബേസ് ചെയ്തിരിക്കുന്ന നല്ല ഗ്രൂപ്പ് ഓഫ് കൾച്ചറിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അസൈസ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ബിഹേവിയർ ഇന്റർവെൻഷൻസ് കൊണ്ട് സ്വന്തമായിട്ട് വ്യൂ പോയിന്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഡിഫൈൻ ഹെൽത്ത് ബിഹേവിയർ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പറയാവുന്നത്. പേഴ്സണൽ വാല്യൂസ്, മോട്ടീവ്സ്, എക്സ്പെക്ടേഷൻസ്, പേഴ്സണൽ ആട്രിബ്യൂട്ട്, ഇതൊക്കെ കൊണ്ടുവരാം. അത് ഹെൽത്ത് ബിഹേവിയർ വാസ് ഡിഫൈൻഡ് ആസ് എ പോക്മാൻ 1997 കൊണ്ടുവന്നിരിക്കുന്ന ദിസ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് ബിലീഫ്, എക്സ്പെക്ടേഷൻസ്, മോട്ടീവ്സ്, values, perceptions and other cognitive elements, personality characteristics including affective and emotional states of fright. ഒരുപാട് കാര്യങ്ങൾ ബിഹേവിയർ പാറ്റേൺസ്, ആക്ഷൻസ് ആൻഡ് ഹാബിറ്റ്സ് റിലേറ്റ് ടു ഹെൽത്ത് മെയിൻ്റനൻസ്, ഹെൽത്ത് റെസ്റ്റോറേഷൻ, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട്. അപ്പൊ ഹെൽത്ത് ബിഹേവിയറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഹെൽത്ത് ബിഹേവിയർ, എന്തൊക്കെ വ്യത്യാസങ്ങൾ അതിൽ കൊണ്ടുവരാം. എക്സാമ്പിൾസ് ഓഫ് കീ ഹെൽത്ത് ബിഹേവിയർ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ലങ് ക്യാൻസർ. അപ്പൊ നമ്മൾ ഡെവലപ്പിംഗ്, അതായത് ലങ് ക്യാൻസർ കുറച്ച് കൊണ്ടുവരാനുള്ള ചാൻസസ് കൊടുക്കാൻ സ്മോക്കിംഗ് നിർത്തലാക്കുക. സ്മോക്കിംഗ് സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ട് കണ്ടിട്ട് കാര്യമുണ്ട്, അവിടെ നിന്ന് പിന്നെയും വിളിക്കും. അതാണ് നമ്മുടെ കാലം.
അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുക, അത്രേ ഉള്ളൂ. In order to maintain their physical fitness, എപ്പോഴും ഫിസിക്കലി ഫിറ്റ്നസ് ആക്കി എടുക്കുക. അഡോളസൻസ് എൻഗേജ് എവരിഡേ ഫിസിക്കൽ ആക്ടി, അഡോളസൻസിന് നമ്മൾ എൻഗേജ് ചെയ്യുക, എവരിഡേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ബോധവൽക്കരണം ചെയ്യുക. മിഡിൽ ഏജ്ഡ് ലേഡി മെയിൻറ്റെയിൻ ദ ഹെയർ തൈറോയിഡ്, ഒരു മിഡിൽ ഏജ്ഡ് ലേഡി ആണെങ്കിൽ എന്താണ് എപ്പോഴും എന്താണ് തൈറോയിഡ് ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ റെക്കമെൻഡ് ചെയ്യുക, ഡയറ്ററി റെജിമെൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. In order to lady who is participating in age appropriate prevention health screenings, ലേഡി എപ്പോഴും ഓൾഡർ ലേഡി ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഏജ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് ഹെൽത്ത് സ്ക്രീനിങ്സ് എപ്പോഴും നടത്തണമെന്നാണ്, പ്രിവെന്റീവ് നടത്താൻ, രോഗങ്ങൾ തടയാൻ വേണ്ടി. A person who works in the commercial sex industry is responsible for ensuring safe sexual behavior. മനസ്സിലായില്ലോ, അത് safe sexual behavior കൊണ്ടുവരിക, actions in order to reduce the risk of HIV, AIDS and other sexuality transmitted illnesses. സെക്ഷുവാലിറ്റി ആയിട്ടുള്ള രോഗങ്ങളെ കുറച്ചുകൊണ്ടുവരണമെങ്കിൽ നമ്മൾ സെക്ഷൽ ചെയ്യുമ്പോൾ സേഫ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, there are three different types of health behavior ഉണ്ട്. പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ, അതൊക്കെ ഇത് തന്നെയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ, ഇൽനെസ് ബിഹേവിയർ, സിക് റോൾ ബിഹേവിയർ. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ ഹെൽത്ത് ബിഹേവിയറിനെ തടയുക, ഹെൽത്ത് ബിഹേവിയർ എങ്ങനെയെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം, ഒരു മിനിറ്റ് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. ഡിഫ്തീരിയ, മീസിൽസ്, whooping cough, tuberculosis, current scenario involving COVID-19, we are instructed cover of faces the mask. അപ്പൊ നമ്മൾ പ്രിവെന്റിങ് ചെയ്യുന്നത് ഹെൽത്ത് ബിഹേവിയർ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 പറയാം. COVID-19 വന്നപ്പോഴാണ് വി ആർ ഇൻസ്ട്രക്റ്റഡ് ടു കവർ ദ ഫേസ് ഓഫ് മാസ്ക്, അല്ലെ, ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇതാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി ഇൻ ഓർഡർ ടു അവോയ്ഡ് കോൺട്രാക്ടിങ് ദ സിക്നസ്. അപ്പൊ രോഗങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കുറെ പ്രിവെന്റീവ്സ് ചെയ്തു. അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ബിഹേവിയർ പ്രൊമോട്ട്സ് പ്രിവെന്റീവ് ഹെൽത്തിൽ. ഓക്കെ, ഇൽനെസ് ബിഹേവിയർ എന്ന് വെച്ചാൽ any activity undertaken by an individual who perceives എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി individual who perceives himself or herself to be not to define some person who considers. Okay, നമ്മളൊരു ഇൽനെസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു പേഴ്സൺ ഹു കൺസിഡർ ഡോക്ടർ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്തിട്ട് എന്താണ് പനിയായിട്ട് ഒരു സിംറ്റം ട്യൂബർകുലോസിസ് തന്നെ. അപ്പൊ അവിടെ എന്താണ് അതിന് രോഗം ട്യൂബർകുലോസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആക്ടിങ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഡോക്ടർ അണ്ടർ ഫർദർ ഡയഗ്നോസിസ്. അപ്പൊ ട്യൂബർകുലോസിസ് ആക്ടിങ് ആയിരിക്കും. അപ്പൊ ഇൻസ്ട്രക്ഷൻസ്, അതിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർ പറഞ്ഞെടുക്കും, അതിന്റെ ഒരു ഫർദർ ഡയഗ്നോസിസ് അതിനെ കുറിച്ച്. അപ്പൊ ആ ബിഹേവിയർ വേറെ ആളുകൾക്ക് ഉണ്ടാവാതിരിക്കാൻ, സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, suitable remedies നമ്മൾ suitably suit ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടത് ഡിസ്കവർ ചെയ്യുമ്പോൾ. സിക് റോൾ ബിഹേവിയർ എന്ന് വെച്ചാൽ എനി ആക്ടിവിറ്റി കണ്ടക്ട് ഇൻഡിവിജ്വൽ ഹു തിങ്സ് ഹിംസെൽഫ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് പേഷ്യന്റ് ബീങ് ഡയഗ്നോസ്ഡ്, ഒരു പേഷ്യന്റ് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ ഫോളോവിങ് ഡോക്ടേഴ്സ് ഓർഡർ, ഡോക്ടേഴ്സിന്റെ ഒരു ഇതനുസരിച്ച് ടേക്ക് മെഡിക്കേഷൻ ആൻഡ് റെസ്റ്റ് ഇൻ ബെഡ്. അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് അവരെ എല്ലാവർക്കും രോഗങ്ങൾ പരത്തിക്കൊണ്ട് പോകാൻ അല്ല ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഡിസ്കസ് ഹെൽത്ത് ബിലീഫ് മോഡൽ ആൻഡ് ആപ്ലിക്കബിളി ഓൾട്ടറിംഗ് ഹെൽത്ത് ബിഹേവിയർ ഓഫ് ആൽക്കഹോൾ അഡിക്റ്റീവ് പേഴ്സൺ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആൽക്കഹോൾ അഡിക്റ്റീവ് പേഴ്സൺ സൈക്കോളജിക്കൽ മോഡൽ പ്ലേസസ് എംഫസൈസ് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ് എക്സ്പ്ലെയിൻ ഫോർകാസ്റ്റ് പീപ്പിൾ ആൻഡ് പോപ്പുലേഷൻ ഹെൽത്ത് ബിഹേവിയർ. അതായത് സൈക്കോളജിക്കലി മോഡലിൽ പറയുന്നത് ഒരു പ്ലേസസിൽ പ്ലേസ് എംഫസിസ് പീപ്പിൾസിന്റെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ് ആൻഡ് എഫോർട്ട് എക്സ്പ്ലെയിൻ ദ ഫോർകാസ്റ്റ്. ജനങ്ങളുടെ ഇടയിൽ എന്താണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോപ്പുലേഷൻസിന്റെ അനുസരിച്ചൊക്കെയാണ് നമ്മൾ അതിനെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്നത്, അതിന് എഫോർട്ട് എടുക്കുന്നത്. അപ്പൊ 1950s ഹോക്ബോം, റോസൻ സ്റ്റോക്ക് ആൻഡ് കുറെ സൈക്കോളജിക്കൽ റിസർച്ചേഴ്സ് പറയുന്നത് US പബ്ലിക് ഹെൽത്ത് സർവീസസ് എംപ്ലോയിഡ് ദം. ദിസ് വാസ് എ റെസ്പോൺസ് ടു പോപ്പുലസ് സബ്പാർ റെസ്പോൺസ് ടു ഫ്രീ പ്രോഗ്രാം ട്യൂബർകുലോസിസ് ഹെൽത്ത് സ്ക്രീനിങ്സ്. ഒരു ഫ്രീ പ്രോഗ്രാം ട്യൂബർകുലോസിസ് ഹെൽത്ത് സ്ക്രീനിങ്സ് കൊണ്ടുവന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ അത്രയൊന്നും വേണ്ട. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നത് there are the 4 ideas that make of the health belief model പ്രസന്റ് ബെനിഫിറ്റ് ആൻഡ് ഹസാർഡ്സ് ദ പേഴ്സൺ. അതായത് നമ്മൾ ഏതെല്ലാം മോഡലാണ് പ്രസന്റ് ചെയ്യുന്നത്, 4 ഐഡിയാസ് പറയുന്നുണ്ട്. 4 ഐഡിയാസ് ആണ് ഹെൽത്ത് ബിലീഫ് മോഡൽ റിസർച്ചിൽ റെപ്രസെന്റ് പറയുന്നത്. എന്തെല്ലാം പേഴ്സൺസിന് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞില്ലേ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ഒരു ആക്ഷൻ കൊണ്ടുവരുന്നത് ഹെൽത്തിന് വേണ്ടി. there are 2 of them: perceived susceptibility, perceived severity, perceived benefit, perceived barriers എന്ന് പറയുന്നുണ്ട്. അതായത് perceived susceptibility there is a person assessment likelihood they will follow health recommendations, subsequently develop illness. അപ്പൊ രോഗങ്ങളെ ഇൽനെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽത്തിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുക ചെറുപ്പം മുതൽക്ക്. ലൈക്ലിഹുഡ് കുട്ടികൾ കാലഘട്ടത്തിന്റെ പേഴ്സൺസ് ഒരു അസസ്മെന്റ് ഉണ്ടാക്കി എടുക്കാന്നൊക്കെ പറയുന്നത്. ഇൻഫോം പോപ്പുലേഷൻസ്
They can be used to inform the populations of extent of risk as well as personalize the risk-based individuals' behavior. അപ്പോൾ ഒരു നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻഫോം ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക. അപ്പൊ അവിടെ റിസ്ക് എക്സ്റ്റെൻഡ് ചെയ്യാത്ത രീതിയിൽ വല്ല പേഴ്സണലൈസ് റിസ്ക് ബേസ്ഡ് ഇൻഡിവിജ്വൽസ് ബിഹേവിയറിനെ ഒരു ബാധിക്കാതെ ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ ആസ് വെൽ ആസ് പേഴ്സണലൈസ് ആയിട്ട് കൊണ്ടുവരിക എന്നൊക്കെയാണ് പറഞ്ഞത്. പെർസീവ്ഡ് സിവിയാരിറ്റി, person's gravity situation and the potential repercussion എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഒക്കെ അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ ഔട്ട്ലൈനിങ് കണ്ടീഷൻസ് നെഗറ്റീവ്, അതായത് ഡോക്ടേഴ്സ് അഡ്വൈസ് ബൈ ക്ലിയർലി ഔട്ട്ലൈനിങ് ദ കണ്ടീഷൻസ് നെഗറ്റീവ് എഫക്ട്സ് ഓൺ ദം. According to this theory, a person can be persuaded to follow ഡോക്ടേഴ്സിന് ഒരു ഡോക്ടേഴ്സ് അഡ്വൈസ് പ്രകാരം തന്നെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതനുസരിച്ച് തന്നെ നമ്മൾ അതിന്റെ ആ കണ്ടീഷൻസ് ഔട്ട്ലൈൻ ചെയ്ത് ആ നെഗറ്റീവ് എഫക്ട് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക, പോസിറ്റീവായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്നൊക്കെയാണ് പെർസീവ്ഡ് സിവിയാരിറ്റിയിൽ പറയുന്നത്. ഈ പെർസീവ്ഡ് ബെനിഫിറ്റ്, ഹൗ വിൽ ടേക്കിംഗ് ദി സജസ്റ്റഡ് ആക്ഷൻ ബെനിഫിറ്റ്, നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എടുക്കാൻ പാകത്തിന് ക്ലാരിഫൈ ചെയ്തിട്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. എഫക്റ്റ് എനഫ് പ്ലസന്റ് ഇമ്പാക്ട് റിസ്ക് സിവിയാരിറ്റി, പല റിസ്കുകൾ ഇമ്പാക്ട് ഉണ്ടാവും, അത് കുറച്ച് കൊണ്ടുവന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എടുക്കാന്നുള്ളതാണ് പറഞ്ഞത്. ആ പോയിന്റിൽ പറയുന്നത്. പിന്നെ പെർസീവ്ഡ് ബാരിയേഴ്സ്, ദർ ആർ പീപ്പിൾസ് ഒപ്പീനിയൻസ് ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ സൈക്കോളജിക്കൽ. പെർസീവ്ഡ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഒപ്പീനിയൻസ് ആക്ച്വൽ പൊട്ടൻഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ്, പല ആക്ടിവിറ്റീസ് മുഖേന ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ടൈം അവൈലബിൾ ക്യാരിഡ് അഡ്വൈസ്, ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിലേക്ക് സമയം കണ്ടെത്തിയിട്ട് അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കുക, പൊട്ടൻഷ്യൽ സൈക്കോളജിക്കൽ രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കുക, അവരുടെ ഒപ്പീനിയൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അവരുടെ ആക്ടിവിറ്റീസിൽ ഈ ഒരു ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ശരീരത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എൻഷുർ ദാറ്റ് പേഴ്സൺ റിസ്ക് ടേക്സ് അഡ്വൈസ് ഹെൽത്ത് ആക്ടിവിറ്റി അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കോൺസെൻട്രേറ്റ് ഒക്കെ, നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളും കോൺസെൻട്രേഷൻ ഒക്കെ കൂടാൻ സാധ്യതയുണ്ടല്ലോ എക്സസൈസ് കൊണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി എക്സാമ്പിൾ ഫോർ യു. നമുക്കൊരു സ്ട്രെസ് പ്രശ്നങ്ങളൊക്കെ കുറയണമെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് നമ്മൾ ചെയ്ത് നോക്കിയേ. ഡേ ടു ഡേ നമ്മൾ ഏർലി മോർണിംഗിൽ ഒന്നും കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സമാധാനം കിട്ടും, മനസ്സ് തന്നെ സമാധാനം കിട്ടും എന്നൊക്കെ അവൾ പറഞ്ഞു വന്നത്. അപ്പോഴും കിടന്ന് ഉറങ്ങാതെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഗുണങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആക്ഷൻസ് ഒക്കെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ആൽക്കഹോൾ യൂസേഴ്സ്, എന്തൊക്കെ ആൽക്കഹോൾ യൂസേഴ്സിന് കൊണ്ട് പെർസീവ്ഡ് സക്സസിബിലിറ്റി, all men said that a person believes broad drinking addiction. അപ്പൊ ഇങ്ങനെ ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മെയിൻ കാരണം പെർസീവ്ഡ് സക്സസിബിലിറ്റി ഈ ആൽക്കഹോൾ യൂസേഴ്സ് കൊണ്ടാണ്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അതില്ലാതിരിക്കാനുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ കുറെ രോഗങ്ങളുണ്ടല്ലോ, ലിവർ സിറോസിസ് പോലത്തെ രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ്, ഈ ഒരു അഡിക്ഷൻ കൊണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു പേഴ്സൺസിന് ഒരു ഡ്രിങ്കിങ്ങിനെ കുറിച്ച് ഒരു അതിനെ എന്താ പറയാ, അതിന് ഒരു ഹസാർഡ്സ്, അതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കി എടുക്കാനൊക്കെയാണ് സം ഓഫ് ഹസാർഡ്സ്. പെർസീവ്ഡ് സിവിയാരിറ്റി ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കുക, അതിനൊരു ബാരിയേഴ്സ് ഉണ്ടാക്കുക, അതിന് പ്രത്യേക ആക്ഷൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെയുള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇനി കുറെ എക്സാമിൻ സോഷ്യൽ നെറ്റ്വർക്ക്, സോഷ്യൽ സപ്പോർട്ട്, മോറൽ ഓൾട്ടറിങ്, അഡോളസൻസ് ബിഹേവിയറിൽ എന്തെല്ലാം എക്സാമിൻ ചെയ്യാനുണ്ട് സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ചാപ്റ്റർ ഇതിൽ തീർന്നിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആവശ്യമുള്ളത് ഇങ്ങനെ കൊടുത്തേക്ക്, അതുകൊണ്ടാണ് തീരാത്തത്. ബട്ട് ഡിഫറെന്റ് സ്റ്റേജസ് ദാറ്റ് ഡിഫ്യൂഷൻ തിയറി പ്രൊപ്പോസസ്. ഡിഫ്യൂഷൻ തിയറി പ്രൊപ്പോസസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയറീസ് ഓഫ് ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സയൻസ് കോൾഡ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ, DOI തിയറി എന്ന് പറയുന്നത്, വിച്ച് ഹാസ് പ്രൊപ്പോസ്ഡ് EM റോജേഴ്സ് ഇൻ 1962 കൊണ്ടുവന്നേക്കുന്ന തിയറിയാണ്. ഇതില് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇന്നോവേറ്റേഴ്സിന്റെ ഒരു ഐഡിയാസ് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇയർലി അഡോപ്റ്റേഴ്സ് 2.5% ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ്? ഇയർലി അഡോപ്റ്റേഴ്സ് 13.5% ആണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡോപ്റ്റ് ചെയ്യാൻ ഇയർലി അഡോപ്റ്റേഴ്സ് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇയർലി മെജോറിറ്റി ഇത്ര പെർസെന്റേജ്, ലേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ ഇത്ര, ലഗാർഡ്സ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ചാൻസ് ആണ് അവർ വരുന്നത്. അതിന്റെ ഒരു കർവാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ പെട്ടെന്ന്. ഇയർലി അഡോപ്റ്റേഴ്സ് ആർ തോട്ട് ലീഡേഴ്സ് ഇൻ ദ റെസ്പെക്റ്റീവ് കമ്മ്യൂണിറ്റീസ്. പെട്ടെന്ന് തന്നെ റെസ്പെക്ട് ചെയ്യുന്ന ലീഡേഴ്സ് പോലത്തെ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ഇയർലി അഡോപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ, ഏർലി മെജോറിറ്റി മെമ്പേഴ്സ് ഇൻ ദിസ് ഗ്രൂപ്പ് ആർ നോട്ട് ടിപ്പിക്കലി കൺസിഡർ ലീഡേഴ്സിനെ നോട്ട് കൺസിഡർ ചെയ്യാതെ അവർ അതിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തതിന് മാത്രമാണ് അവർ വന്ന് കൂടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത്